ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ടെലാ ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അതായത് നമുക്ക് ചാപ്റ്ററിലെ മാക്സിമം എല്ലാ കോൺസെപ്റ്റും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിനോടൊപ്പം തന്നെ ആ ചാപ്റ്ററിലെ ഹോൾ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ ബയോമോളിക്യൂൾസിൽ നമ്മൾ പഠിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ. ബയോമോളിക്യൂൾസ് എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുന്നുണ്ട്. ബയോമോളിക്യൂൾസ് എന്താ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വിറ്റാമിൻസ്, മിനറൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, വായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ കമ്പണൻസ് ഓഫ് ഫുഡിൽ തന്നെ ഇതിൻ്റെ കുറിച്ച് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് അതിൻ്റെയൊക്കെ അതൊക്കെ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിൻ്റെ മോണോമെറിക് യൂണിറ്റ്സ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ, നമ്മുടെ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ, ന്യൂക്ലിക് ആസിഡിൻ്റെ സ്ട്രക്ചർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയറിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. സോ ദേ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആണ്. കൈറൽ കാർബൺസ് ഉണ്ടാവും. ഒപ്റ്റിക്കലി ആക്റ്റീവ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡോ കീറ്റോണോ ആയിരിക്കും. ഓക്കെ, CHO ഗ്രൂപ്പോ അല്ലെങ്കിൽ CO ഗ്രൂപ്പോ അവരിൽ എന്തായിരിക്കും, പ്രസന്റ് ആയിരിക്കും. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺ ആയിരിക്കും നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സിന് നമ്മൾ മെയിനായിട്ട് അവരുടെ ഹൈഡ്രോളിസിസിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ മോണോ, ഒലിഗോ ആൻഡ് പോളി, മോണോസാക്രൈഡ്സ്, ഒലിഗോസാക്രൈഡ്സ് ആൻഡ് പോളിസാക്രൈഡ്സ്. മോണോസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവരിൽ നിന്ന് വേറെ കോൺസ്റ്റന്റ് യൂണിറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അവർ തന്നെ ആയിരിക്കും ബേസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒലിഗോ എന്ന് പറയുമ്പോൾ അതിൽ ഓൾമോസ്റ്റ് 20 ഒരു മോണോമെറിക് യൂണിറ്റ്സ്, മോണോസാക്രൈഡ് യൂണിറ്റ്സ് അതിലുണ്ടാവും. നമ്മുടെ സൂക്രോസ്, സെല്ലുലോസ് ഒക്കെ പറയുന്നത് പോലെ ഉണ്ടാവും. പക്ഷേ അതേപോലെ ഫൈനലി പോളിസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ മോർ ദാൻ 20 മോണോസാക്രൈഡ്സ് യൂണിറ്റ്സ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ മോണോസാക്രൈഡ്സ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്സ് എന്ന രീതിയിൽ കാർബോഹൈഡ്രേറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മെയിനായിട്ട് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് അത് റിലേറ്റ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 3 ക്ലാസ്സസ്. അവർ പറയുന്നുണ്ട് കാർബോഹൈഡ്രേറ്റിനെ മോണോ, ഒലിഗോ ആൻഡ് പോളി എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വാട്ട് ആർ പോളിസാക്രൈഡ്സ്? അപ്പോൾ നമ്മൾ മോണോയും ഒലിഗോയും ഒക്കെ പഠിച്ചു. ഫൈനലി പോളിസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാമല്ലേ. പോളിസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് കണ്ടെയ്ൻ എത്രയാ, മോർ നമ്പർ ഓഫ് മോണോസാക്രൈഡ് യൂണിറ്റ്സ് ജോയിൻ ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ എന്ത് പറയാ, പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത് അല്ലേ. പോളിസാക്രൈഡ്സ് കണ്ടെയ്ൻ മോർ നമ്പർ ഓഫ് മോണോമെറിക് യൂണിറ്റ്സ് അല്ലെങ്കിൽ മോണോസാക്രൈഡ് യൂണിറ്റ്സ്. ഈ മോണോസാക്രൈഡ് യൂണിറ്റ്സ് എങ്ങനെയാ, ഗ്ലൈക്കോസിഡിക് ലിങ്കേജും കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി ഓരോരോ യൂണിറ്റ്സ് എന്ത് ചെയ്യും, ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരുപാട് നമ്പർ ഓഫ് മോണോസാക്രൈഡ്സ് ആകുമ്പോൾ നമ്മൾ എന്തെന്ന് വിളിക്കും, പോളിസാക്രൈഡ്സ് എന്ന് വിളിക്കും. നമ്മൾ അതിനെ പോളിസാക്രൈഡ്സ് എന്ന് വിളിക്കും. പോളിസാക്രൈഡ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാ? പോളിസാക്രൈഡ്സ് നമ്മുടെ സ്റ്റാർച്ച് പറയാം അല്ലേ, സെല്ലുലോസ് പറയാം. ഓക്കെ, ഇതൊക്കെ എന്താണ്, നമ്മുടെ പോളിസാക്രൈഡ് യൂണിറ്റ്സിന് എക്സാമ്പിൾ ആണ്. ദെൻ വാട്ട് ഈസ് ഇൻവേർട്ട് ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ഓർഗാനിക്കിൽ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ആക്ച്വലി ഓരോരുത്തർക്കും ഓരോ സ്റ്റീരിയോ പൊസിഷൻ ഉണ്ട്, +-DL എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ സൂക്രോസ് എന്ന് പറയുന്നത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ട് ആണ്. സൂക്രോസ് ഒരു ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ട് ആണ്. മനസ്സിലായോ? സൂക്രോസ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കലി ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ആര്, സൂക്രോസ് എന്ന് പറയുന്നത്. ഈ സൂക്രോസിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഡെക്സ്ട്രോ ഫോമും കിട്ടും, ലീവോ ഫോമും കിട്ടും. പക്ഷെ അത് ലീവോ ഫോമിൻ്റെ ഒരു കോമ്പോസിഷനും കാര്യങ്ങളും ആ ഒരു ഒപ്റ്റിക്കൽ റൊട്ടേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ സൂക്രോസ് ആഫ്റ്റർ ഹൈഡ്രോളിസിസ് ആ കോൺഫിഗറേഷൻ അങ്ങോട്ട് ഇൻവേർട്ട് ആവും, ഡെക്സ്ട്രോയിൽ നിന്നും ലീവോയിലോട്ട് മാറും.
സൂക്രോസ് ആഫ്റ്റർ ഹൈഡ്രോളിസിസ് ഡെക്സ്ട്രോയിൽ നിന്നും എന്തായിട്ട് മാറും? ലീവ് ഓയിലായിട്ട് മാറും. അപ്പോൾ സൂക്രോസ് എന്തായിട്ട് മാറും? ഒരു ലീവോ ഫോമുള്ള ഷുഗർ ആയിട്ട് മാറും. അതിനെയാണ് ഇൻവേർട്ട് ഷുഗർ എന്ന് പറയുന്നത്. ആ ഒരു കോൺഫിഗറേഷൻ ഇൻവേർട്ട് ചെയ്തിട്ടുള്ള ഷുഗറിനെയാണ് ഇൻവേർട്ട് ഷുഗർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. കാർബോഹൈഡ്രേറ്റ് മോണോ, ഒലിഗോ ആൻഡ് പോളിസാക്കറൈഡ്. പോളിസാക്കറൈഡ്സ് എന്താണെന്ന് കണ്ടു, അതിൻ്റെ എക്സാമ്പിൾസ് കണ്ടു. ടെക്സ്റ്റ് ബുക്കിൽ മോർ എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് എക്സാമ്പിൾസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇൻവേർട്ട് ഷുഗർ എന്താണെന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻവേർട്ട് ഷുഗർ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഒന്നിൽ കൂടുതൽ തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സൂക്രോസ് ഓൺ ഹൈഡ്രോളിസിസിന് ശേഷം സൂക്രോസിൻ്റെ ഡെക്സ്ട്രോ ഫോമിൽ നിന്നും ലീവോ ഫോമിലേക്ക് സൂക്രോസ് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഇൻവേർട്ട് ഷുഗർ. കോൺഫിഗറേഷൻ ഇൻവേർട്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണേ? നോക്കി, വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്? നമ്മുടെ സ്റ്റാർച്ചും സെല്ലുലോസും തമ്മിലുള്ള മെയിൻ സ്ട്രക്ചറൽ ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഓക്കെ, സ്റ്റാർച്ചും സെല്ലുലോസും നമ്മൾ പോളിസാക്കറൈഡ്സിൻ്റെ കാറ്റഗറിയിൽ കണ്ടു. അപ്പോൾ ഈ സ്റ്റാർച്ചും സെല്ലുലോസും തമ്മിലുള്ള മെയിൻ സ്ട്രക്ചറൽ ഡിഫറൻസ് എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാർച്ച് ഇപ്പം ഒരു മാർക്കിന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് എഴുതിയാൽ മതി. അതായത് അമിലോസ് ആൻഡ് അമിലോപെക്റ്റിൻ ഒക്കെ ചേർന്നിട്ടാണ് ആരുണ്ടാകുന്നത്? അമിലോപെക്റ്റിൻ ഒക്കെ ചേർന്നിട്ടാണ് ആരുണ്ടാകുന്നത്? സ്റ്റാർച്ച് ഉണ്ടാകുന്നത്. സ്റ്റാർച്ച് ലീനിയർ അല്ലെങ്കിൽ ബ്രാഞ്ചഡ് ഫോമിൽ കാണാറുണ്ട്. പക്ഷെ നമ്മുടെ സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെ ഒരു പോളിഫോമാണ്. ആൽഫ ഡി ഗ്ലൂക്കോസ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പോളിസാക്കറൈഡ് ഫോമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സെല്ലുലോസ് എന്ന് പറയുന്നത്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് അമിലോസിൻ്റെയും അമിലോപെക്റ്റിൻ്റെയും ഒക്കെ എന്താണ് ഒരു ജോയിൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു എന്താണ് പോളിസാക്കറൈഡ് ആണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. സോ അതാണ് സ്ട്രക്ചറൽ ഡിഫറൻസ്. ഓരോന്നും 1 മാർക്ക് വെച്ചിട്ടുള്ളതാണ്. എന്താണ് പോളിസാക്കറൈഡ് നിങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. രണ്ട് എക്സാമ്പിൾ എഴുതുന്നതിന് 1 മാർക്ക് കിട്ടും. അത് നമുക്ക് കിട്ടി. ഇൻവേർട്ട് ഷുഗർ നമ്മൾ പഠിച്ചു. അതിനോടൊപ്പം നമ്മൾ എന്ത് കണ്ടു? സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാർച്ചും സെല്ലുലോസും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ ഓരോന്ന് പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വിടുന്ന ഈ സ്റ്റാർച്ചും സെല്ലുലോസും തമ്മിലുള്ള സ്ട്രക്ചറൽ ഡിഫറൻസസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താവും? അതും കൂടെ ആവും. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ഈ ചാപ്റ്ററിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചർ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പറയുന്നുണ്ടാവും അല്ലേ, ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒന്നും നോക്കണ്ട, ആദ്യമേ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക? വരച്ച് പഠിക്കണം. ഓക്കെ, ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ വരച്ച് പഠിക്കണം. ഗ്ലൂക്കോസ് നമ്മൾ നോക്കിയാൽ ഗ്ലൂക്കോസിനെ വിളിക്കുന്ന ഒരു പേരാണെന്ത്? ആൽഡോഹെക്സോസ്. ഗ്ലൂക്കോസിനെ വിളിക്കുന്ന പേരാണ് ആൽഡോഹെക്സോസ്. ഇറ്റ് ഈസ് നോൺ ആസ് ഡെക്സ്ട്രോസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയതുകൊണ്ട് ആൽഡോഹെക്സോസ് എന്ന് വിളിക്കുന്നു, ഡെക്സ്ട്രോസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, molecular formula C6H12O6 ആണ്. അതിൽ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. സോ prolonged heating with hydrogen iodide it forms normal hexane suggesting that all 6 carbon atoms are linked in straight chain. അതായത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ എല്ലാ കാർബൺ ആറ്റംസും 6 കാർബൺ ആറ്റംസും സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ബ്രാഞ്ച് അല്ല. 5 വന്നിട്ട് പറഞ്ഞാൽ ബ്രാഞ്ച് അല്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉള്ളത് എന്ന് ഗ്ലൂക്കോസിൻ്റെ ആ ഒരു സ്ട്രക്ചർ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസിനെ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ഹീറ്റ് ചെയ്തപ്പോൾ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ആരെ ഹീറ്റ് ചെയ്തു? ഗ്ലൂക്കോസിനെ ഹീറ്റ് ചെയ്തു. ഗ്ലൂക്കോസിനെ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ഹീറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നോർമൽ ഹെക്സൈൻ കിട്ടി. നമുക്ക് ഒരു 6 കാർബൺ ഉള്ള നോർമൽ hexane കിട്ടി, which means that 6 carbon atoms are connected in straight chain. ഗ്ലൂക്കോസിൽ 6 കാർബൺ ആറ്റംസ് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ. CHO നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൽക്കഹോളിക് പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് വരുന്നുണ്ട്. ദെൻ CHOH 4 ടൈംസ് ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ഹീറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നോർമൽ ഹെക്സൈൻ ഫോം ചെയ്തു. ഓക്കെ, നോർമൽ ഹെക്സൈൻ അവിടെ ഫോം ചെയ്തു. ഗ്ലൂക്കോസ് ഈസ് കൊമേഴ്ഷ്യലി പ്രിപ്പയർഡ് ഫ്രം എ പോളിസാക്കറൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പോളിസാക്കറൈഡിൽ നിന്നാണ്. അപ്പോൾ ഗ്ലൂക്കോസ് നമുക്ക് 2 പ്രിപ്പറേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലാബോറട്ടറി പ്രിപ്പറേഷനും പഠിച്ചു, കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷനും പഠിച്ചു. അപ്പോൾ കൊമേഴ്ഷ്യലുള്ള പ്രിപ്പറേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പോളിസാക്കറൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷൻ നമ്മൾ 2 പ്രിപ്പറേഷൻ പഠിച്ചു. ഏതാ? സൂക്രോസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റാർച്ചിൽ നിന്നുള്ള പ്രിപ്പറേഷനും പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ലാബോറട്ടറി പ്രിപ്പറേഷൻ ഏതെന്നാ? ലാബോറട്ടറി പ്രിപ്പറേഷൻ ചെയ്യുന്നത് സൂക്രോസിൽ നിന്നാണ്. നമ്മുടെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ചെയ്യുന്നതാണ് എവിടെ നിന്ന്? നമ്മുടെ സ്റ്റാർച്ചിൽ നിന്ന്. അപ്പോൾ വിച്ച് ഇസ് ദി പോളിസാക്കറൈഡ്? അതിന് യൂസ് ചെയ്യുന്ന പോളിസാക്കറൈഡ് ഏതാണ്? കൊമേഴ്ഷ്യലി ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോളിസാക്കറൈഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ,
ഏതാ പോളിസാക്കറൈഡ്? സ്റ്റാർച്ച് അല്ലേ? സ്റ്റാർച്ച് അല്ലെങ്കിൽ നമുക്ക് സെല്ലുലോസ്, രണ്ടിൽ നിന്നും പ്രിപ്പയർ ചെയ്യാം. സ്റ്റാർച്ച് അല്ലെങ്കിൽ സെല്ലുലോസ് പറയാം. ഓക്കെ, സ്റ്റാർച്ച് അല്ലെങ്കിൽ സെല്ലുലോസ്. ആ പ്രോസസ്സിൻ്റെ പേരെന്താ? നെയിം ദി പ്രോസസ് ഇൻവോൾവ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ്. പ്രോസസ്സിൻ്റെ പേരെന്താ? ഹൈഡ്രോളിസിസ്. അപ്പോൾ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഹൈഡ്രോളിസിസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് സ്റ്റാർച്ച് എന്ന് എഴുതാം, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്തെന്ന് എഴുതാം? ഹൈഡ്രോളിസിസ് എന്ന് എഴുതാം. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റാർച്ച് ഹൈഡ്രോളിസിസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സ്റ്റാർച്ച് ഹൈഡ്രോളിസിസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ C6H10O5N ടൈംസ്, ഇതാണ് നമ്മുടെ സ്റ്റാർച്ചിൻ്റെ ഫോർമുല. NH2O വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് N നമ്പർ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഓക്കെ അല്ലേ? ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദി ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഇൻ കാർബോഹൈഡ്രേറ്റ്? കാർബോഹൈഡ്രേറ്റ്സിലെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ, നമുക്ക് എങ്ങനെ സൂക്രോസിൽ നിന്ന് ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ് നമ്മൾ കണ്ടതാണ്, അതുപോലെ പോളിസാക്രൈഡും കണ്ടതാണ്. അപ്പോൾ ഈ മോണോമറിക് യൂണിറ്റ്സുകൾ പരസ്പരം ഒരു ലിങ്കേജ് വഴി, നമ്മളിപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ ബോണ്ട് പഠിക്കുന്നില്ലേ, അതേപോലെ മോണോമേഴ്സ് തമ്മിൽ ഒരു ബോണ്ട്, ഒരു ലിങ്കേജ് വഴിയാണ് അടുത്തടുത്തൊരു ചെയിൻ ആയിട്ട് ഫോം ചെയ്ത് പോകുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കേസിലും പ്രോട്ടീൻസിൻ്റെ കേസിലും ന്യൂക്ലിക് ആസിഡിൻ്റെ കേസിലും നമ്മൾ ഈ ലിങ്കേജ് പഠിക്കുന്നുണ്ട്. 3 ലിങ്കേജ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? കാർബോഹൈഡ്രേറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ ലിങ്കേജിൻ്റെ പേരെന്താ? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ആ ലിങ്കേജിൻ്റെ പേരെന്താണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. കണ്ടോ? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സൂക്രോസിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സൂക്രോസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ആൽഫ ഡി ഗ്ലൂക്കോസ്, ഇതിലെ ഈ ഫസ്റ്റ് കാർബണും നമ്മുടെ ബീറ്റ ഡി ഫ്രക്ടോസിലെ സെക്കൻഡ് കാർബണും, ഈ 2 കാർബണും കൂടെ എങ്ങനെ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു ബൈ എ ഓക്സിജൻ ലിങ്കേജ്. ബൈ എ ഓക്സിജൻ, ഒരു ഓക്സിജൻ ആറ്റം ആണ് അവിടെ ലിങ്കേജ് ആയിട്ടുള്ളത്. അപ്പോൾ 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ്, ഇപ്പോൾ ഗ്ലൂക്കോസും അതുപോലെ തന്നെ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും, ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇതിലെ ഫസ്റ്റ് കാർബണും ഇതിലെ സെക്കൻഡ് കാർബണും തമ്മിൽ എന്ത് ചെയ്തു? ഒരു ഓക്സിജൻ ലിങ്കേജ്, അതായത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി എന്ത് ചെയ്തേക്കാണ്? ജോയിൻ ചെയ്തേക്കാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പോൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോളിസാക്രൈഡ് അല്ലെങ്കിൽ ഒരു ഒലിഗോസാക്രൈഡ്സിൽ നമ്മൾ എന്താണ് ഒരു മോണോസാക്രൈഡ് യൂണിറ്റ്സുകൾ ജോയിൻ ചെയ്യുമ്പോൾ അവർ പരസ്പരം കണക്ട് ചെയ്യുന്ന ആ ഒരു ലിങ്കേജ് ത്രൂ ഓക്സിജൻ ആറ്റം, അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ചോദിക്കുമ്പോൾ എക്സാമിന് ഈ സ്ട്രക്ചർ വരച്ച് കാണിക്കണോ? വേണ്ട. എന്താ, നമ്മുടെ 2 മാർക്കിന് ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം ഏതൊക്കെ കാർബൺ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ എടുത്ത് പറയാം. ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ കേസിൽ ഒന്നിലെ ആൽഫയിലെ ഫസ്റ്റ് കാർബണും ബീറ്റയിലെ സെക്കൻഡ് കാർബണുമാണ് ലിങ്കേജ് ആയിട്ടുള്ളത്. ഓക്കെ, ആ രീതിയിലൊന്ന് പറയാം. ഹൗ ക്യാൻ യു പ്രിപ്പയർ ഗ്ലൂക്കോസ് ഫ്രം സൂക്രോസ്? വൈ സൂക്രോസ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ? ഓക്കെ, 2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഗ്ലൂക്കോസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർച്ച് ഹൈഡ്രോളിസിസ് കണ്ടു, ഇറ്റ്സ് കൊമേഴ്ഷ്യൽ മെത്തേഡ്. ദെൻ നമ്മുടെ ലബോറട്ടറിയിൽ സൂക്രോസിൽ നിന്ന് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൂക്രോസിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പോൾ ഇതിലും എന്താണ്? ഹൈഡ്രോളിസിസ് തന്നെയാണ്. നമ്മുടെ സൂക്രോസിനെ എടുത്തിട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നു. കണ്ടോ? സൂക്രോസിനെ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ സൂക്രോസിൽ നിന്നും എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതും ഓക്കെ അല്ലേ? ദെൻ വെരി ഇമ്പോർട്ടൻറ്റ്, വൈ സൂക്രോസ് ഈസ് നോൺ റെഡ്യൂസിങ് ഷുഗർ? ഇപ്പോൾ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസിങ് ഷുഗർ, നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നുണ്ട്. നോർമലി നമ്മൾ നോർമലി ഒലിഗോസാക്രൈഡ്, മോണോസാക്രൈഡ്സുകളൊക്കെ റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. നമ്മുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ് ഇവരൊക്കെ എന്താണ്? റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. പക്ഷേ നമ്മുടെ സൂക്രോസിൻ്റെ കേസ് വരുമ്പോൾ സൂക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗറാണ്. അപ്പോൾ ഈ റെഡ്യൂസിങ് ഷുഗറിൻ്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ദേ ക്യാൻ റെഡ്യൂസ് Fehling solution and tolerance reagent. Fehling's solution and ടോളൻസ് റിയേജൻറ്റ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ ഉണ്ട്, ഫെല്ലിംഗ് സൊല്യൂഷനും ടോളൻസ് റിയേജൻറ്റും. അപ്പോൾ ഇവരിൽ പോസിറ്റീവ് റിസൾട്ട് തരുന്നവരെയാണ് നമ്മൾ റെഡ്യൂസിങ് ഷുഗർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ആദ്യം എഴുതുക, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് അത് എഴുതുക. ഇപ്പം 2 മാർക്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതുക. 2 മാർക്കിൽ ഫസ്റ്റ് പോയിന്റ് അത് എഴുതുക. അപ്പോൾ റെഡ്യൂസിങ് ഷുഗേഴ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ റെഡ്യൂസ് ഫെല്ലിംഗ് സൊല്യൂഷൻ ആൻഡ് ടോളൻസ് റിയേജൻറ്റ്, അത് എഴുതുക. എന്തുകൊണ്ട് സൂക്രോസ് റെഡ്യൂസ് ചെയ്യുന്നില്ല? ഇപ്പോൾ സൂക്രോസ് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും,
സൂക്രോസിലെ ഇപ്പം റെഡ്യൂസ് ഷുഗർ ആവണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദേ നീഡ് ഇപ്പം ആൽഡിഹൈഡ് ഗ്രൂപ്പോ കീറ്റോണിക് ഗ്രൂപ്പ്, അതായത് കാർബണൈൽ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫെല്ലിംഗ് സൊല്യൂഷൻ ആയാലും ടോളറൻസ് റിയേജൻറ്റിലായാലും പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ദേ നീഡ് ആൽഡിഹൈഡ് ഓർ ketonic groups. C ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ CHO ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. പക്ഷെ ഇവരിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പം സൂക്രോസ് ഫോം ചെയ്യുന്ന സമയത്ത് ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും ജോയിൻ ചെയ്യുമ്പോൾ ആ കാർബണൈൽ ഗ്രൂപ്പ് എന്തായിട്ട് മാറും, ആ കാർബണൈൽ ഗ്രൂപ്പ് അങ്ങോട്ട് ലിങ്ക് ആവും, കാർബണൈൽ ഗ്രൂപ്പ് അവിടെ കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഫ്രീ കാർബണൈൽ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ടാണ് സൂക്രോസ് എന്തായിട്ട് മാറുന്നത്. സൂക്രോസ് ഈസ് കൺസിഡർഡ് ആസ് നോൺ റെഡ്യൂസിങ് ഷുഗർ. സൂക്രോസിൻ്റെ നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് കൺസിഡർ ചെയ്യാനുള്ള റീസൺ എന്താ, സൂക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയാനുള്ള കാര്യം എന്താ, ഫ്രീ കാർബണൈൽ ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ 3 പോയിന്റുകളാണ്. അപ്പോൾ ഒരു സബ്സ്റ്റൻസ് റെഡ്യൂസിങ് ഷുഗർ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീ കാർബണൈൽ ഗ്രൂപ്പായിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പോ കീറ്റോണിക് ഗ്രൂപ്പോ ഫ്രീ ആയിട്ട് ഉണ്ടായിരിക്കണം. ദെൻ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുമ്പോൾ അവർക്ക് ഫെല്ലിംഗ് സൊല്യൂഷനെയും ടോളറൻസ് റിയേജൻറ്റിനെയും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നവരാണ്. നമ്മുടെ സൂക്രോസിൽ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും ജോയിൻ ചെയ്യുമ്പോൾ ഈ കാർബണൈൽ ഗ്രൂപ്പ് അങ്ങോട്ട് ലിങ്ക് ആയി പോകുന്നത് കൊണ്ട് അവിടെ എന്ത് വരുന്നില്ല, ഫ്രീ ആയിട്ട് കാർബണൈൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പോ കീറ്റോണിക് ഗ്രൂപ്പോ ഫ്രീ ആയിട്ട് അവിടെ പ്രസന്റ് ആവുന്നില്ല. ഫ്രീ ആയിട്ട് പ്രസന്റ് ആവുന്നത് കൊണ്ട് തന്നെ അവർ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരുന്നു, ദേ ആർ നോൺ റെഡ്യൂസിങ് ഷുഗർ. അവർ ടോളറൻസ് റിയേജൻറ്റിലും ഫെല്ലിംഗ് സൊല്യൂഷനിലും നെഗറ്റീവ് ടെസ്റ്റ് റിസൾട്ട്സ് തരുന്നു. അല്ലെങ്കിൽ ദേ കാൻ റെഡ്യൂസ്, അവർക്ക് ടോളറൻസ് റിയേജൻറ്റിനെ ഫെല്ലിംഗ് സൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻസർ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കണ്ടു, സൂക്രോസിൽ നിന്ന് എങ്ങനെ ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യാമെന്ന് കണ്ടു, ദെൻ എന്തുകൊണ്ട് സൂക്രോസിനെ നമ്മൾ നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് വിളിക്കുന്നു എന്നും കണ്ടു. ഓക്കെ, ഗിവ് ദി ഓപ്പൺ ചെയിൻ ആൻഡ് റിംഗ് സ്ട്രക്ചർ. നിങ്ങൾ കണ്ടോ, ഗ്ലൂക്കോസ് തന്നെ റിലേറ്റ് ചെയ്തിട്ട് ഈ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങളുണ്ട്. ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ്, മാൾട്ടോസ്, അതുപോലെ തന്നെ പ്രോട്ടീൻ, ന്യൂക്ലിക്. പക്ഷേ ഗ്ലൂക്കോസിൽ നിന്ന് ഇത്രത്തോളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ എത്രത്തോളം ആ സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ give the open chain and ring structure of glucose and account for the existence of glucose in 2 anomeric forms. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കുക. എന്നിട്ട് അതിൽ നിന്ന് സൈക്ലിക് സ്ട്രക്ചർ, അതായത് ലീനിയർ സ്ട്രക്ചറിൽ നിന്ന് എങ്ങനെ സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. സോ മൊത്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ ആ സ്ട്രക്ചർ മൊത്തത്തിൽ ഞാൻ ഒറ്റ പേജായിട്ട് തന്നിട്ടുണ്ട്. ഇത് മാത്രമേ നിങ്ങൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറിൽ പഠിച്ചാൽ മതി. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ ഗ്ലിസറാൾഡിഹൈഡിൻ്റെ സ്ട്രക്ചറാണ്. ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഒരു കൈറൽ കാർബൺ ഉണ്ടാവും. ആ കാർബണിൻ്റെ 4 സെൻറ്ററിൽ, ഒന്നിൽ CHO, താഴെ CH2OH, ദെൻ HOH, അതായത് 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരൊറ്റ കാർബണുള്ള ഒരു കോമ്പൗണ്ടാണ് ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയുന്നത്. സോ ഗ്ലിസറാൾഡിഹൈഡിൽ ആരൊക്കെ ഉണ്ട്, ഗ്ലിസറാൾഡിഹൈഡിൽ HOH, ലെഫ്റ്റ് സൈഡിൽ HOH, മുകളിൽ നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പും താഴെ നമ്മുടെ CH2OH ഗ്രൂപ്പും. ഓക്കെ, ഗ്ലിസറാൾഡിഹൈഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, HOH, CHO, CH2OH. അത് നിങ്ങൾ ആദ്യം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഈ ചാപ്റ്ററിൽ ആദ്യം ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട സ്ട്രക്ചർ ആരുടെ സ്ട്രക്ചറാണ്, ഗ്ലിസറാൾഡിഹൈഡിൻ്റെ സ്ട്രക്ചർ. മുകളിൽ CHO, താഴെ CH2OH, ലെഫ്റ്റിൽ H, റൈറ്റിൽ OH. പഠിച്ചേ, മുകളിൽ CHO, താഴെ CH2OH, ലെഫ്റ്റിൽ H, റൈറ്റിൽ OH. ഗ്ലിസറാൾഡിഹൈഡ് പഠിച്ചു. ഈ ഗ്ലിസറാൾഡിഹൈഡിനെ ഇങ്ങനെ ഇരിക്കുന്ന ഗ്ലിസറാൾഡിഹൈഡാണെന്ന് വിചാരിക്കുക. മുകളിൽ CHO, CH2OH, HOH. ഈ ഗ്ലിസറാൾഡിഹൈഡിനെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു നീട്ടുക. ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു നീട്ടുന്ന സമയത്ത് ആ CHO മുകളിലോട്ടും CH2OH താഴോട്ടും ആവുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു 4 കാർബൺ ഉണ്ട്. നമുക്കറിയാം എന്താ, C6H12O6 ആണല്ലേ. മുകളിൽ 2 പേര് വന്നിട്ടുണ്ട്, ഇനി 4 കാർബൺ ഉണ്ട്. അപ്പം 4 എണ്ണം കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ ഒന്നുകൂടെ വരയ്ക്കും, CH2OH, CHO എന്നിങ്ങനെ വലിച്ചു നീട്ടി. ഓക്കെ, നടുക്കായിട്ട് ആരുണ്ടായിരുന്നു, HOH ഉണ്ടായിരുന്നു. നടുക്കല്ലെങ്കിൽ താഴെ HOH, ഒരു HOH ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി എത്ര കാർബൺ ഉണ്ട്, ഇനി 2 കാർബൺ ഉണ്ട്. 1, 2, 3, 4. അപ്പോൾ ഇനി 2 കാർബണും കൂടെ ഉണ്ട്. അതിൽ ഏറ്റവും മുകളിലുള്ളതിലും HOH തന്നെയാണ്. രണ്ടാമത്തേൽ മാത്രം ഒന്ന് തിരിഞ്ഞിരിപ്പുണ്ട്. അതായത് ആ മുകളിൽ നിന്ന് ഏറ്റവും മുകളിൽ നോക്കുമ്പോൾ 3rd കാർബണിൽ മാത്രം എന്തായിട്ടെന്ന് ഒന്ന് തിരിഞ്ഞിരിക്കുന്നുണ്ട്. OH ലെഫ്റ്റിലും റൈറ്റിലായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ. മെയിനായിട്ട് ഈ ഒരു സ്ട്രക്ചർ പഠിക്കുക. ഓക്കെ, ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ. ഈ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിതൊന്ന് കണക്ട് ചെയ്യാൻ പോവാണ്. അതായത് നോക്കിയേ, നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറിലുള്ള 5th കാർബണിൽ OHഉം 1st കാർബണിൽ നമ്മുടെ ആ ആൽഡിഹൈഡ് ഇരിക്കുന്ന ഗ്രൂപ്പും കൂടെ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. 5th കാർബണിൽ OHഉം
ആൽഡിഹൈഡ് നമ്മൾ ആൽഡിഹൈഡ് CHO ഗ്രൂപ്പ് ഇരിക്കുന്ന കാർബൺ കൂടെ അങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഓക്സിജൻ വെച്ചിട്ടൊരു ലിങ്കേജ് ഒക്കെ വന്നിട്ടൊരു സ്ട്രക്ചർ കിട്ടും. ഇതിനെയാണ് നമ്മൾ ശരിക്കും ആനോമറിക് ഫോംസ് എന്ന് പറയുക. ഗ്ലൂക്കോസിൻ്റെ ആനോമറിക് ഫോംസ്, അതായത് ആൽഫ ഫോമും ബീറ്റ ഫോമും. ഈ ആൽഫ ഫോമും ബീറ്റ ഫോമും തമ്മിൽ ആകെ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇത് ഈ കാർബൺ കണ്ടോ, ഏത് കാർബണാ ഓക്കെ, ഈ ഒരു ഫസ്റ്റ് കാർബണിൽ മാത്രം കോൺഫിഗറേഷൻ ഒന്ന് തിരിഞ്ഞിട്ട് ബാക്കി എല്ലാ കാർബൺ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് എല്ലാ കാർബണിലെയും കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും. അതിനെയാണ് നമ്മൾ ആനോമറിക് ഫോം എന്ന് പറയുക. തൽക്കാലം നിങ്ങൾ അങ്ങനെ പഠിക്കുക. ആനോമറിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഗ്ലൂക്കോസിൻ്റെ കാര്യത്തിൽ പഠിക്കേണ്ടത്, ഗ്ലൂക്കോസിന് നമ്മൾ അഞ്ചാമത്തെ പൊസിഷനിലെ OHും അഞ്ചാമത്തെ പൊസിഷനിലെ OHനെ കൊണ്ട് അവിടെ കൊണ്ടിട്ടിട്ട് ഉള്ളൊരു സ്ട്രക്ചർ, ഓക്സിജൻ വഴി കണക്ട് ചെയ്തിട്ടുള്ളൊരു സ്ട്രക്ചർ. ഫസ്റ്റ് കാർബണും ഫിഫ്ത്ത് കാർബണും ഓക്സിജൻ വഴി കണക്ട് ചെയ്തിട്ടുള്ള സ്ട്രക്ചറിൽ ആ ഒന്നാമത്തെ കാർബണിൽ മാത്രം എന്താണ് പൊസിഷൻ, കോൺഫിഗറേഷൻ ഒന്ന് തിരിഞ്ഞു വന്നേക്കാണ്. ഒന്നാമത്തെ കാർബണിൽ മാത്രം കോൺഫിഗറേഷൻ തിരിഞ്ഞു വന്നേക്കാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ആനോമറിക് ഫോം. ആൽഫ ഫോമും ബീറ്റ ഫോമും. ഇത് ആൽഫ, ഇത് ബീറ്റ. മനസ്സിലായോ? ഇതാണ് എന്തെന്ന് പറയാം ആനോമേഴ്സ്. ഗ്ലൂക്കോസിൻ്റെ ആനോമറിക് സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ഗ്ലിസറാൾഡിഹൈഡ് എന്ന് വരയ്ക്കാൻ പഠിച്ചു. എന്നിട്ട് അഞ്ചാമത്തെ കാർബണും ആ ആൽഡിഹൈഡ് അറ്റാച്ച് ചെയ്യുന്ന കാർബണും കൂടെ ഓക്സിജൻ ലിങ്കേജ് വഴി വരച്ചു വെക്കുമ്പോൾ നമുക്ക് നോർമലി നമ്മുടെ ഗ്ലിസറാൾഡിഹൈഡിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടുന്ന സ്ട്രക്ചർ ആൽഫ ഫോമാണ്. അതിൽ ഫസ്റ്റ് കാർബണിൽ OHനെ എടുത്തുനിന്ന് ഇപ്പുറത്തിട്ട് എടുത്തു നമുക്ക് ആരെ കിട്ടും, ബീറ്റ ഫോം കിട്ടും. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിച്ചു, അതിൻ്റെ ഓക്സിജൻ ലിങ്കേജ് വെച്ചിട്ടുള്ള സ്ട്രക്ചർ വരയ്ക്കാൻ പഠിച്ചു, ഗ്ലൂക്കോസിൻ്റെ ആനോമറിക് ഫോംസ് വരയ്ക്കാൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിന് നിങ്ങൾ ഇത്രയൊന്നും വരയ്ക്കണ്ട. ഈ മുകളിലത്തെ സ്ട്രക്ചറും ഈ താഴത്തെ സ്ട്രക്ചറും മാത്രം വരച്ചാൽ മതി. ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞതാണ്. ദെൻ നമ്മുടെ ഗ്ലൂക്കോസിനെ പൈറാൻ എന്ന് പറയുന്ന ഒരു എത്ര മെമ്പേർഡ്, ഒരു 1 2 3 4 5 മെമ്പേർഡ്, ഒരു ഓക്സിജനൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പൈറാൻ റിങ്ങുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറിനെ പൈറനോ സ്ട്രക്ചർ, ഈ സ്ട്രക്ചറിനെ നമുക്ക് പൈറനോ സ്ട്രക്ചർ എന്ന് പറയുന്നു. കാരണം പൈറാൻ എന്ന് പറയുന്ന ഓക്സിജൻ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ പറയുന്നുണ്ട്. ഗ്ലൂക്കോസിന് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ആനോമറിക് ഫോംസിനെ നമുക്ക് ഈ പൈറനോസ് റിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. അപ്പോൾ പൈറനോസ് റിംഗ് കണക്ക് നമ്മൾ ഗ്ലൂക്കോസിനെ വരച്ചു വെച്ചിട്ട് ഫസ്റ്റ് ഓക്സിജൻ്റെ അടുത്തുള്ളത് ഫസ്റ്റ് കാർബൺ നോക്കിയിട്ട് നമ്മുടെ ആൽഫ ഫോം വരയ്ക്കുകയാണ്. മുകളിൽ ഈ ലെഫ്റ്റിലുള്ള ആളിനെ നമ്മൾ എവിടെ എഴുതണം, മുകളിൽ എഴുതണം HOH. ദെൻ വീണ്ടും ഈ HOH, ഇവിടെ കണ്ടോ OHH. അപ്പോൾ OH ആണ് ലെഫ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ OH ഇവിടെ വന്നു. ദെൻ അടുത്തത് HOH, ദെൻ CH2OHും Hും വന്നു. ഇതാണ് നമ്മുടെ ഗ്ലൂക്കോപൈറനോ സ്ട്രക്ചർ, ഗ്ലൂക്കോസിൻ്റെ പൈറനോ സ്ട്രക്ചർ ആൽഫ ഫോം. ഫസ്റ്റ് കാർബണിൽ ഇവിടെ HOH ആണ് വന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ OHH വന്നു കഴിഞ്ഞാൽ അത് ബീറ്റ ഡി ഗ്ലൂക്കോപൈറനോ സ്ട്രക്ചറായി. ഓക്കെ, ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസും ആയി, ബീറ്റ ഡി ഗ്ലൂക്കോപൈറനോ സ്ട്രക്ചറും ആയി. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ? നമ്മുടെ ഗ്ലിസറാൾഡിഹൈഡ് വരച്ചു. ഗ്ലിസറാൾഡിഹൈഡിൽ നിന്ന് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ വലിച്ച് നീട്ടി HOH ഇട്ട് നമ്മൾ എന്ത് വരച്ചു, ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ വരച്ചു. അതിനെ നമ്മൾ അഞ്ചാമത്തെ കാർബണും ഫസ്റ്റ് കാർബണും കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓക്സിജൻ ലിങ്ക് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ വരച്ചു. അതിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പൈറാൻ്റെ റിങ്ങുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് പൈറനോസ് സ്ട്രക്ചർ വരച്ചു. പൈറാൻ റിങ്ങുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പൈറനോസ് സ്ട്രക്ചറും വരച്ചു. ഓക്കെ, പൈറനോസ് സ്ട്രക്ചറും വരച്ചു. ആൽഫ ഗ്ലൂക്കോപൈറനോസും ബീറ്റ ഗ്ലൂക്കോപൈറനോസുമായിട്ട് പൈറനോ സ്ട്രക്ചറും വരച്ചു. ഇത്രയേ ഉള്ളൂ. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ഓക്കെ ആയോ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ? ഓക്കെ. ദി കാർബോഹൈഡ്രേറ്റ് സ്റ്റോർഡ് ഇൻ ലിവർ, മസിൽസ് ആൻഡ് ബ്രെയിൻ ഓഫ് ആനിമൽസിൻ്റെ ലിവറിലും മസിൽസിലും ബ്രെയിൻസിലും ഒക്കെ സ്റ്റോർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ആ കാർബോഹൈഡ്രേറ്റിൻ്റെ പേര് 1 വേർഡിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്ലൈക്കോജൻ. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഗ്ലൈക്കോജൻ. ഇതൊരു പോളിസാക്കറൈഡ് എന്ന് പറയാം. സോ ഗ്ലൈക്കോജൻ ആണ്. ഇറ്റ്സ് എ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർഡ് ഇൻ liver, muscles and brain of animals. A complex carbohydrate made up of many connected glucose molecules. ഒരുപാട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പോളിസാക്രൈഡ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ. നമ്മുടെ ആനിമൽസിൻ്റെ മസിൽസിലും ലിവറിലും ബ്രെയിനിലും ഒക്കെ സ്റ്റോർ ആയിട്ടിരിക്കുന്നു. പേര് മറന്നു പോവോ, ഗ്ലൈക്കോജൻ. എന്താണ് ഗ്ലൈക്കോജൻ? ഓക്കെ. ഡാഷ് ഈസ് ദി മോസ്റ്റ് അബുണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ദ ആനിമൽ വേൾഡ്. ആനിമൽ വേൾഡിലെ മോസ്റ്റ് അബുണ്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ. സോ നിങ്ങൾ ഒരുപാട് തന്നെ കേട്ടിട്ടുണ്ടാവും. ടെക്സ്റ്റ് ബുക്കിൽ അല്ലാണ്ട് പുറത്ത് നോക്കി ഇപ്പോൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് കൊളാജൻ. സോ ദാറ്റ് ഈസ് പ്രോട്ടീൻ. കൊളാജൻ മോസ്റ്റ് അബുണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ വേൾഡിലെ മോസ്റ്റ് അബുണ്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത്. ഓക്കെ.
നെക്സ്റ്റ് വൺ, അമിനോ ആസിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ്. യെസ്, നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ ലോകത്ത് നിന്ന് നമ്മുടെ എന്തിലേക്ക് വന്നു? പ്രോട്ടീൻസിൻ്റെ ലോകത്തേക്ക് വന്നു. പ്രോട്ടീൻസിൻ്റെ ഏറ്റവും ബേസിക് ആണെന്ന് പറയുന്നത് അമിനോ ആസിഡ്. കുറച്ചും കൂടെ നമുക്ക് എന്തായിട്ട് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ആൽഫ അമിനോ ആസിഡ്സ്. ആൽഫ അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് ആര്? നമ്മുടെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ അമിനോ ആസിഡ്സിനെ നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ദി ബേസിസ് ഓഫ് സച്ച് ക്ലാസിഫിക്കേഷൻ? ആ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്താണ്? ഓക്കെ, സോ നോർമലി നമ്മുടെ ബോഡിക്കുള്ളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അമിനോ ആസിഡ്സ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആനിമൽ ബോഡിയിൽ പ്രിപ്പയർ ചെയ്യുന്ന അമിനോ ആസിഡ്സ് ആർ കോൾഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ലൈക്ക് ഗ്ലൈസിൻ, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. പക്ഷേ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കുള്ളിൽ പ്രിപ്പയർ ചെയ്യൂല. വി ഹാവ് ടു, നമ്മൾ ഡയറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, അപ്റ്റേക്ക് കൊടുക്കണം ബോഡിക്ക്. അങ്ങനെ പുറത്തുനിന്ന് നമ്മൾ എന്താണ് ഇൻടേക്ക് ചെയ്യേണ്ട സപ്ലിമെൻറ്റിൽ വരുന്നതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. കുറേ ഉണ്ട്. സോ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് ഹിസ്റ്റഡിൻ. ഓക്കെ, എസെൻഷ്യൽ അമിനോ ആസിഡിന് എക്സാമ്പിൾ ആണ് ഹിസ്റ്റഡിൻ. അതുപോലെ തന്നെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഗ്ലൈസിൻ, അസ്പാർട്ടിക് ആസിഡ്, അതൊക്കെ വരും. സോ ഗ്ലൈസിൻ ഓർത്തിരിക്കുക. സോ ഗ്ലൈസിൻ ആൻഡ് ഗ്ലൈസിൻ നിങ്ങൾ വേറൊരു കേസിലും പഠിക്കുന്നുണ്ട്. എന്താണ്? കൈറൽ അല്ലാത്തൊരു അമിനോ ആസിഡായിട്ട് വരുന്നത് ആരാണ്? നമ്മുടെ ഗ്ലൈസിൻ ആണ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ട് വരുന്ന ഗ്ലൈസിൻ. സോ ഗ്ലൈസിൻ ഓർത്തിരിക്കുക, നോൺ എസെൻഷ്യൽ ആണ്. ഓക്കെ, സെൻ എന്താ എസെൻഷ്യൽ അമിനോ ആസിഡ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ഡിഫറൻസ് മനസ്സിലായാലോ? നോൺ എസെൻഷ്യൽ അത്യാവശ്യമില്ല, കാരണം ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ദെൻ എസെൻഷ്യൽ ഓർത്ത് വെക്കേണ്ടത് ബോഡിക്കുള്ളിൽ ഉണ്ടാക്കുന്നില്ല, നമ്മൾ എസെൻഷ്യലായിട്ട് പുറത്തുനിന്ന് കൊടുക്കണം. ഓക്കെ, എസെൻഷ്യലായിട്ട് പുറത്തുനിന്ന് കൊടുക്കണം. സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എസെൻഷ്യൽ അമിനോ ആസിഡ്. എക്സാമ്പിൾ ഹിസ്റ്റഡിൻ. ദെൻ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്താണെന്ന് ചോദിച്ചു. ഫോർ 1 മാർക്ക്. എക്സാമ്പിൾ രണ്ടും കൂടെ എഴുതുന്നതിനും യു വിൽ ഗെറ്റ് 1 മാർക്സ്. റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. ഓക്കെ, സോ പ്രോട്ടീൻസിൽ നിന്ന് നേരെ ന്യൂക്ലിക് ആസിഡിലേക്ക് പോയേക്കാണ്. നമ്മുടെ DNA-യും RNA-യും തമ്മിലുള്ള 2 ഡിഫറൻസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. DNA നിങ്ങൾ ബയോളജിയിലും പഠിക്കുന്നുണ്ട്, കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട്. കൂടുതൽ DNA RNA ഫോക്കസ് ചെയ്യുന്ന ബയോളജിയിലാണ്. സോ ഇവിടെ അതിൻ്റെ കോമ്പോസിഷനും കാര്യങ്ങളും വെച്ച് ജസ്റ്റ് 2 ഡിഫറൻസസ് നമുക്ക് നോക്കാം. ദി ഷുഗർ പ്രസൻറ്റ് ഇൻ ദി DNA മോളിക്യൂൾ ഈസ് ഡിയോക്സി റൈബോസ്. ഇവിടെ നമ്മളിപ്പോൾ ന്യൂക്ലിയോ സൈഡൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഷുഗർ അടങ്ങിയിട്ട് റൈബോസ് ഷുഗർ അടങ്ങിയിട്ടുണ്ട്. സോ DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിലെ ഷുഗറിൻ്റെ പേരെന്താണ്? ഡിയോക്സി റൈബോസ്. ഷുഗറിൻ്റെ പേര് ഡിയോക്സി റൈബോസ്. സോ ഷുഗർ പ്രസന്റ് ഇൻ RNA മോളിക്യൂളിലുള്ളത് റൈബോസ്. റൈബോ ന്യൂക്ലിക് ആസിഡും ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നു. ഇവിടെ ഷുഗർ പ്രസന്റ് ഇൻ RNA മോളിക്യൂളുള്ള ഷുഗറിനെ ഇതെന്ന് പറയുന്നു റൈബോസ് എന്ന് പറയുന്നു. സോ DNA-യിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡബിൾ സ്ട്രാൻഡഡ് മോളിക്യൂൾ. RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിംഗിൾ സ്ട്രാൻഡഡ് മോളിക്യൂൾ. DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്, RNA എന്താണ്? സിംഗിൾ സ്ട്രാൻഡഡ്. അപ്പോൾ 2 ഡിഫറൻസ് ആയി. ഒന്നിൽ ഡിയോക്സി റൈബോസ് ആണ് ഷുഗർ, അതിൽ എന്താണ്? ഡബിൾ സ്ട്രാൻഡഡ് ആണുള്ളത്. ദെൻ RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സ്ട്രാൻഡഡ് മോളിക്യൂളാണ്. ഇവിടെയുള്ള ബേസസ് അടങ്ങിയിട്ടുണ്ട് അല്ലേ? ഷുഗർ, നമ്മുടെ ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ബേസസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബേസസ് എന്ന് പറയുന്നത് DNA-യിലും RNA-യിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേസസ് വരുന്നുണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. അതായത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ് ഏതിലുള്ളത്? നമ്മുടെ DNA-യിലുള്ളത്. ഇവിടെ നമുക്ക് എന്തില്ല? തൈമിൻ്റെ പ്ലേസിൽ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. തൈമിലില്ല, അവിടെ യുറാസിലാണുള്ളത്. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ ആൻഡ് എന്താണ്? സൈറ്റോസിൻ. AUGC ആണുള്ളത്, ഇവിടെ ATGC ആണുള്ളത്. അപ്പോൾ തൈമിൻ ഇവിടെ ഉണ്ട്, ഇവിടെ തൈമിൻ ഇല്ല. ഇവിടെ സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, ഇവിടെ ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഇവിടെ റൈബോസ് ഷുഗർ ആണ്, ഇവിടെ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഓക്കെ അല്ലേ? ഡിഫറൻസസ് ഓക്കെ അല്ലേ? ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പോളിസാക്കറൈഡ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ പോളിസാക്കറൈഡ് ആരാണ്? പോളിസാക്കറൈഡ് മാൾട്ടോസ്, സൂക്രോസ്, ഫ്രക്ടോസ് ആൻഡ് സെല്ലുലോസ്. സോ നമുക്കറിയാം മാൾട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് ആണ്. സൂക്രോസ് ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസ് ഈസ് മോണോസാക്കറൈഡ്. ദെൻ സെല്ലുലോസ് ഈസ് പോളിസാക്കറൈഡ്. സെല്ലുലോസ് ആണ് അവിടെ എന്തായിട്ടുള്ളത്? പോളിസാക്കറൈഡ്. മോർ ദാൻ 20 നമ്പർ ഓഫ് മോണോസാക്കറൈഡ് യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ആര്? സെല്ലുലോസ്, വിച്ച് ഈസ് എ പോളിസാക്കറൈഡ്. എക്സ്പ്ലെയിൻ ദി ആംഫോട്ടറിക് ബിഹേവിയർ ഓഫ് അമിനോ ആസിഡ്.
അമിനോ ആസിഡിൻ്റെ ആംഫോട്ടറിക് ബിഹേവിയർ. സോ ബിഫോർ ഡിസ്കസിങ് അബൌട്ട് അമിനോ ആസിഡ് വി ഷുഡ് നോ എന്താ ആംഫോട്ടറിക് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഒരു സബ്സ്റ്റൻസിന് അറ്റ് എ ടൈം ആസിഡായിട്ടും ബേസായിട്ടും റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു നേച്ചറിനെയാണ് ആംഫോട്ടറിക് ബിഹേവിയർ. ആംഫോട്ടറിക് ബിഹേവിയർ ഒരു സബ്സ്റ്റൻസിന് ആസിഡായിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റും, ചില സമയങ്ങളിൽ എന്തായിട്ട് ബേസായിട്ടും റിയാക്ട് ചെയ്യാൻ പറ്റും. സോ അതിനെയാണ് ആംഫോട്ടറിക് ബിഹേവിയർ എന്ന് പറയുന്നത്. സോ അമിനോ ആസിഡ് എങ്ങനെയാണ് ആംഫോട്ടറിക് നേച്ചർ കാണിക്കുന്നത് നോക്കിയാൽ നമ്മുടെ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സോ RCH COOH ഗ്രൂപ്പ്, അമിനോ ആസിഡിൽ 2 ഗ്രൂപ്പുകൾ അടങ്ങിയിട്ടുണ്ട്, കാർബോക്സിൽ ഗ്രൂപ്പും അതുപോലെ തന്നെ അമിനോ ഗ്രൂപ്പും അടങ്ങിയിട്ടുണ്ട്. കാർബോക്സിൽ ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സോ അക്വസ് സൊല്യൂഷനിൽ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? കാർബോക്സിൽ ഗ്രൂപ്പ് ക്യാൻ ലൂസ് എ പ്രോട്ടോൺ ആൻഡ് അമിനോ ഗ്രൂപ്പ് ക്യാൻ അക്സെപ്റ്റ് എ പ്രോട്ടോൺ. നമ്മുടെ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ലൂസ് പ്രോട്ടോൺ, അതുപോലെ തന്നെ നമ്മുടെ NH2 gain proton, giving rise to a dipolar ion known as Schwitter ion. കണ്ടോ, കാർബോക്സിൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? കാർബോക്സിൽ ഗ്രൂപ്പ് പ്രോട്ടോണിന് ലൂസ് ചെയ്യുന്നു, NH2 ഗ്രൂപ്പ് പ്രോട്ടോണിന് ഗെയിൻ ചെയ്യുന്നു. എന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? സ്വിറ്റർ അയോൺ ഫോം ചെയ്യും. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? കാർബോക്സിൽ ഗ്രൂപ്പ് പ്രോട്ടോണിന് ലൂസ് ചെയ്യുന്നു, അമിനോ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? പ്രോട്ടോണിന് ഗെയിൻ ചെയ്തിട്ട് അവിടെ ഒരു സ്വിറ്റർ അയോൺ, ഡൈപോളാർ അയോൺ അവിടെ ഫോം ചെയ്യുന്ന ഡൈപോളാർ അയോൺ, അതായത് അറ്റ് എ ടൈമിൽ തന്നെ ലൂസ് ആൻഡ് ഗെയിൻ നടക്കുന്നുണ്ട് അല്ലേ. സോ ഡൈപോളാർ നേച്ചർ അവിടെ ക്രിയേറ്റ് ആവും. പ്ലസ് ആൻഡ് നെഗറ്റീവ് സൈൻ, ഇവിടെ കാണുന്ന പോലെ പ്ലസ് ആൻഡ് മൈനസ് സൈൻ. സോ ഈ ഡൈപോളാർ അയോണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്വിറ്റർ അയോൺ എന്ന് വിളിക്കുന്നത്. ഡൈപോളാർ അയോണിനെയാണ്. ദിസ് ഈസ് ന്യൂട്രൽ ബട്ട് കണ്ടെയ്ൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ന്യൂട്രൽ ആണ് ബിക്കോസ് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണുള്ളത്. സ്വിറ്റർ അയോണിക് ഫോം അമിനോ ആസിഡ് ഷോ ആംഫോട്ടറിക് ബിഹേവിയർ ആസ് ദേ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ്സ് ആൻഡ് ബേസസ്. സോ ഈ സ്വിറ്റർ അയോണിക് ഫോമിൽ നിൽക്കുന്ന സമയത്താണ് അമിനോ ആസിഡ് എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നത്? ആംഫോട്ടറിക് നേച്ചർ കാണിക്കുന്നത്. സ്വിറ്റർ അയോണിക് ഫോമിലാണ് എന്ത് കാണിക്കുന്നത്? അമിനോ ആസിഡ്സ് എന്ത് കാണിക്കുന്നത്? ആംഫോട്ടറിക് ബിഹേവിയർ കാണിക്കുന്നത് സ്വിറ്റർ അയോണിക് ഫോമിലാണ്. ബിക്കോസ് ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ബോത്ത് ആസിഡ്സും ബേസസും ആയിട്ട് ആർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ അമിനോ ആസിഡ്സിന് റിയാക്ട് ചെയ്യാൻ പറ്റും. ആസിഡായിട്ടും ബേസായിട്ടും അമിനോ ആസിഡിന് റിയാക്ട് ചെയ്യാൻ പറ്റും. സോ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? പ്രോട്ടോണിനെ ലൂസ് ചെയ്യുന്നു. അമിനോ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? പ്രോട്ടോണിനെ ഗെയിൻ ചെയ്യുന്നു. സോ ലൂസ് ആൻഡ് ഗെയിൻ അവിടെ നടക്കുന്നുണ്ട്. ലൂസ് ആൻഡ് ഗെയിൻ അവിടെ നടന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? സ്വിറ്റർ അയോൺ ഫോം ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്ത് ഡൈപോളാർ അയോണിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്വിറ്റർ അയോൺ. ഡൈപോളാർ അയോണിനെ വിളിക്കുന്ന പേരാണ് സ്വിറ്റർ അയോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്വിറ്റർ അയോൺ അവിടെ ഫോം ചെയ്യുന്നു. ദിസ് ഈസ് ന്യൂട്രൽ ബട്ട് കണ്ടെയ്ൻ ബോത്ത് പോസിറ്റീവ്. ന്യൂട്രൽ ആണ്, എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഫോം ചെയ്യുന്നുണ്ട്. സോ സ്വിറ്റർ അയോണിക് ഫോമിൽ അമിനോ ആസിഡ് എന്ത് കാണിക്കുന്നു? ആംഫോട്ടറിക് ബിഹേവിയർ കാണിക്കുന്നു. ബിക്കോസ് ദേ ക്യാൻ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ്സ് ആൻഡ് ബേസസ്. Write the classification of proteins on the basis of their molecular shape by giving. അതായത് നമ്മുടെ പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇപ്പം ഫൈബ്രസ് പ്രോട്ടീൻ, ഗ്ലോബുലാർ പ്രോട്ടീൻ എന്നൊരു ക്ലാസിഫിക്കേഷനും പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി എന്ന് പറയുന്നൊരു ക്ലാസിഫിക്കേഷനും ഉണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇപ്പോൾ 4 ലെവൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്താൽ നിങ്ങൾക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എഴുതാം. കാരണം രണ്ടും മോളിക്കുലാർ ഷേപ്പിൻ്റെ ബേസിസിലുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, രണ്ടും മോളിക്കുലാർ ഷേപ്പിൻ്റെ ബേസിസിലുള്ളതാണ്. സോ നമുക്ക് രണ്ടും നോക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഗ്ലോബുലാർ, ഫൈബ്രസ് ആൻഡ് ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, സോ പ്രോട്ടീൻസ് ഇൻ വിച്ച് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ലൈ പാരലൽ ടു ഫോം. ഇപ്പം പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഇങ്ങനെ പാരലായിട്ട് പോളിപെപ്റ്റൈഡ് ചെയിൻസ് കിടക്കുന്നുണ്ടാവും. ഫോം ഫൈബർ ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ഫൈബ്രസ് പ്രോട്ടീൻ. സോ ദ പ്രോട്ടീൻ ഇൻ വിച്ച് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ലൈ പാരലൽ ടു ഈച്ച്. നമ്മുടെ പോളിപെപ്റ്റൈഡ് ചെയിൻസ് പാരലായിട്ട് ഇങ്ങനെ സ്ട്രാൻഡ് പോലെ, ഫൈബർ പോലെ കിടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫൈബ്രസ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ദ പോളിപെപ്റ്റൈഡ് ചെയിൻ ഹെൽഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ബോണ്ട്. സോ ഇഫ് സെക്കൻഡ് പോയിന്റ്, ഇവിടെ ഫൈബ്രസ് പ്രോട്ടീനിൽ ഈ പെപ്റ്റൈഡ് ചെയിൻസിനെ കണക്ട് ചെയ്യുന്നത് എന്താണ്? ഹൈഡ്രജൻ ബോണ്ടാണ്. ഫൈബ്രസ് പ്രോട്ടീനിൽ പെപ്റ്റൈഡ് ചെയിൻസ്, പാരലായി കിടക്കുന്ന പെപ്റ്റൈഡ് ചെയിൻസിനെ കണക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്. ദീസ് പ്രോട്ടീൻസ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഫൈബ്രസ് പ്രോട്ടീൻ എന്താണ്? ദേ ആർ വാട്ടർ ഇൻസോലുബിൾ. തേർഡ് പോയിന്റ്, ദേ ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഫൈബ്രസ് പ്രോട്ടീൻ എന്താണ്? വാട്ടർ ഇൻസോലുബിൾ ആണ്. അവരുടെ ആ 2 ഫൈബേഴ്സുകൾ തമ്മിൽ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് ചെയിൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്. ഫൈബ്രസ് പ്രോട്ടീൻസ് ആർ ടഫ് ആൻഡ് ഇൻസോലുബിൾ ഡൈല്യൂട്ട് ആസിഡ്സ് ഓർ ബേസസ്. വാട്ടറിൽ മാത്രമല്ല
ഡൈലൂട്ട് ആയിട്ടുള്ള ആസിഡ്സിലും ബേസസിലും ഒന്നും ഇവരെന്ത് ചെയ്യില്ല, സോലുബിൾ ആവില്ല. ദേ ആർ ടഫ് ഇൻ നേച്ചർ. അവർക്ക് ഒരു ടഫ് നേച്ചറാണുള്ളത്. അപ്പോൾ ഫൈബ്രസ് പ്രോട്ടീൻ്റെ പോയിന്റ്സുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പോളിപെപ്റ്റൈഡ് ചെയിൻസ് പാരലൽ ആയിട്ട് കിടക്കുന്നു. ഫസ്റ്റ് പോയിന്റ്, പോളിപെപ്റ്റൈഡ് ചെയിൻസ് പാരലൽ ആയിട്ട് കിടക്കുന്നു, ഫൈബേഴ്സ് പോലെ കിടക്കുന്നു. ഓക്കെ, പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഫൈബേഴ്സ് ആയിട്ട് കിടക്കുന്നു. ഈ ഫൈബേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏത് ബോണ്ടാ? ഹൈഡ്രജൻ ബോണ്ടാണ്. ഈ ഫൈബേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്. ദെൻ ദേ ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ, ഡൈലൂട്ട് ആസിഡ്സ്, bases and they are tough in nature. ഫൈബർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, they are tough in nature. ഇനി എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസിൽ കാണുന്ന മയോസിൻ, എം വെച്ച് കണക്ട് ചെയ്യാം. മസിൽസിലുള്ള മയോസിൻ ടഫാണ്. ഓക്കെ, ദെൻ ഹെയറിലുള്ള കെരാറ്റിൻ, ഹെയറിൽ മാത്രമാണോ സ്കിന്നിലും നെയിലിലും ഒക്കെ ഉള്ള ആളാണ് ആര്? കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ, അതും സ്ട്രോങ് ആണ്. ഫൈബ്രോണിൻ ഇൻ സിൽക്ക്, കൊളാജൻ ആൻഡ് ടെൻഡൻസ്, നമ്മുടെ കൊളാജൻ നമ്മുടെ സ്കിന്നിലും എന്താണ് നമ്മുടെ ബോൺസിലൊക്കെ കാണുന്നതാണ് ടെൻഡൻസ്. അതൊക്കെ എന്താണ്? അതൊക്കെ ഫൈബ്രസ് പ്രോട്ടീൻസ് ആണ്. ഫൈബ്രസ് പ്രോട്ടീൻസ് മയോസിൻ, കെരാറ്റിൻ ആൻഡ് ഫൈബ്രോയിൻ. ഏതൊക്കെയാ? മയോസിൻ, കെരാറ്റിൻ ആൻഡ് ഫൈബ്രോയിൻ. മയോസിൻ എവിടെയാ? മസിൽസ്. കെരാറ്റിൻ എവിടെയാ? ഹെയർ, നെയിൽസ് ആൻഡ് സ്കിൻ. ദെൻ ഫൈബ്രോയിൻ എവിടെയാണ്? നമ്മുടെ കൊളാജൻ, അതുപോലെ സിൽക്ക്, ടെൻഡൻസ്, ഇതിലൊക്കെയാണ് ഫൈബ്രോയിൻ എന്ന് പറയുന്ന ഫൈബ്രസ് പ്രോട്ടീൻ കാണുന്നത്. അപ്പോൾ പഠിച്ചോ ഫൈബ്രസ് പ്രോട്ടീൻ്റെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ്. ഓക്കെ ആണോ ഫൈബ്രസ് പ്രോട്ടീൻസ് ഓക്കെ ആണല്ലോ? ഹൈഡ്രജൻ ബോണ്ട് മറക്കരുത്, ടഫ് നേച്ചർ, ഇൻസോലബിൾ നേച്ചർ മറക്കരുത്. ദെൻ ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആർ ഫോൾഡഡ് ടു ഫോം സ്ഫെറിക്കൽ സ്ട്രക്ചർ. നമ്മുടെ ഈ ഒരു ഫൈബ്രസ് ഷേപ്പിലുള്ള പ്രോട്ടീൻസ് അങ്ങോട്ട് മടങ്ങി ഒരു സ്ഫെറിക്കൽ ഷേപ്പിന്, മൊത്തത്തിൽ അങ്ങോട്ട് ഒരു ഗ്ലോബ്യൂൾ ഷേപ്പിന് ഈ ഫൈബ്രസ് പ്രോട്ടീൻസ് ഇങ്ങനെ അങ്ങോട്ട് ഒരു ഗ്ലോബ്യൂൾ പോലെ അങ്ങോട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും, സ്ഫെറിക്കൽ സ്ട്രക്ചറിൽ ഉണ്ടാവും. ആൻഡ് ഹാവ് ഇൻട്രാമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആർ കോൾഡ് ഗ്ലോബുലാർ പ്രോട്ടീൻ. ഇവിടെ ആ മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ, ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ, പരസ്പരം മോളിക്യൂൾസ് അല്ല, ഒരൊറ്റ മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ ഹൈഡ്രജൻ ബോണ്ട് വരും. ദാറ്റ് ഈസ് കോൾഡ് ഇൻട്രാമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. സോ ഫൈബ്രസ് പ്രോട്ടീൻസ് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻസ് ഫോൾഡഡ് ടു ഫോം. പ്രോട്ടീൻസ് ഒരു സ്ഫെറിക്കൽ ഷേപ്പിന് അങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒറ്റ മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ്, അതായത് ഇൻട്രാമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് വഴി പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്ലോബ്യുലാർ ഷേപ്പിനുള്ള പ്രോട്ടീനാണെന്ത്? ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഗ്ലോബുലാർ പ്രോട്ടീൻ ദേ ആർ സോലുബിൾ ഇൻ വാട്ടർ. ഡിഫറൻസ് കണ്ടോ? ദേ ആർ സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ഡൈലൂട്ട് ആസിഡ്സ് ഓർ ബേസസ്. ഡൈലൂട്ട് ആസിഡ്സ് ആയിക്കോട്ടെ, ബേസസ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ദേ ആർ സോലുബിൾ. ഗ്ലോബുലാർ പ്രോട്ടീൻ ഇങ്ങനെ ചുരുണ്ട് കൂടി നിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദേ ആർ സോലുബിൾ. ഫൈബ്രസ് പ്രോട്ടീൻ പാരലായിട്ട് നിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദേ ആർ ഇൻസോലുബിൾ. സോ ഡിഫറൻസ് മനസ്സിലായോ? ഫൈബ്രസ് പ്രോട്ടീൻസ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ, ഡൈലൂട്ട് ആസിഡ്സ് ആൻഡ് ബേസസ്. പക്ഷേ ഗ്ലോബുലാർ പ്രോട്ടീൻസ് എങ്ങനെയാ? ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആർ സോലുബിൾ ഇൻ വാട്ടർ, ഡൈലൂട്ട് ആസിഡ്സ് ആൻഡ് ബേസസ്. എക്സാമ്പിൾ: ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്, ആൽബുമിൻ ഇൻ എഗ്, ഇൻസുലിൻ ഇൻ പാൻക്രിയാസ്. ഏതൊക്കെയാ? ഹീമോഗ്ലോബിൻ, ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ, അതുപോലെ തന്നെ നമ്മുടെ എഗ്ഗിലുള്ള ആൽബുമിൻ, ദെൻ ഇൻസുലിൻ. എല്ലാം എന്നിൽ അവസാനിക്കുന്നു. നോക്കി, ആൽബുമിൻ, ഹീമോഗ്ലോബിൻ, ഇൻസുലിൻ. കണ്ടോ? നമ്മുടെ കെരാറ്റിനും മയോസിനും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? പക്ഷേ ഈ പേര് കേൾക്കുമ്പോൾ ഒരുപോലെയല്ലേ? ഹീമോഗ്ലോബിൻ, ഇൻസുലിൻ. കണ്ടോ? ഹീമോഗ്ലോബിൻ, ഇൻസുലിൻ, അതുപോലെ തന്നെ ആൽബുമിൻ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. ദേ ആർ സോലുബിൾ ഇൻ വാട്ടർ. ക്ലിയർ ആയോ? ഡിഫറൻസ് മനസ്സിലായോ? ഫൈബ്രസ് പ്രോട്ടീനും ഗ്ലോബുലാർ പ്രോട്ടീനും 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, 3 മാർക്കിന് പ്രീവിയസ് ഇയറിൽ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പഠിക്കുക, സ്കിപ്പ് ആക്കരുത്. ഫൈബ്രസ് പ്രോട്ടീനും ഗ്ലോബുലാർ പ്രോട്ടീൻ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഈസി അല്ലേ? ഗ്ലോബുലാർ പ്രോട്ടീൻ വെള്ളത്തിൽ ലയിക്കുന്നു, ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുണ്ട്, ഇൻസുലിനിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, മുട്ടയുടെ ആൽബുമിനിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഒരു ഗ്ലോബ്യുലാർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഫൈബ്രസ് പ്രോട്ടീൻ ഫൈബ്രസ് ആയിട്ട് പാരലൽ ഷേപ്പ്, ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, ഇൻസോലുബിൾ ഇൻ വാട്ടർ, ഡൈലൂട്ട് ആസിഡ്. എക്സാമ്പിൾ കെരാറ്റിൻ. ഓക്കെ, അതുപോലെ 1-2 എക്സാമ്പിൾ: കെരാറ്റിൻ, മയോസിൻ. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ ഡിഫറൻസസ്. ഇത്രയേ ഉള്ളൂ. ആരൊക്കെയാ? ഫൈബ്രസ് പ്രോട്ടീനും ഗ്ലോബുലാർ പ്രോട്ടീനും. Then biomolecules are formed by certain specific linkages between single monomeric unit. നമ്മുടെ ബയോമോളിക്യൂൾസ് എല്ലാം കണക്ട് ചെയ്തിട്ടുള്ളത് ഓരോ ലിങ്കേജ് വഴിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ലിങ്കേജസ് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദി നെയിംസ് ഓഫ് ലിങ്കേജസ് ആൻഡ് മോണോമറിക് യൂണിറ്റ്സ്. ഇപ്പോൾ 2014 മാത്രമല്ല, പ്രീവിയസ് ഇയേഴ്സിലും സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ സ്റ്റാർച്ച്, പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ്. നമുക്കറിയാം സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. സ്റ്റാർച്ചിലെ ലിങ്കേജ്
ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. മോണോമെറിക് യൂണിറ്റ്സ് ഏതൊക്കെയാ? ഗ്ലൂക്കോസ് ആണ് അവിടുത്തെ മോണോമെറിക് യൂണിറ്റ്. ദെൻ പ്രോട്ടീൻ. പ്രോട്ടീനിൽ നോക്കിയേ പെപ്റ്റൈഡ് ലിങ്കേജ് കണ്ടോ? പ്രോട്ടീനിൽ പെപ്റ്റൈഡ് ലിങ്കേജിന്റെ പേരെന്താ? CONH. അമൈഡ് ലിങ്കേജ് എന്ന് പറയും. പെപ്റ്റൈഡ് ലിങ്കേജ്. പ്രോട്ടീൻസ് ആരാ? പ്രോട്ടീൻസിലെ മോണോമെറിക് യൂണിറ്റ്സ് ആരൊക്കെയാ? അമിനോ ആസിഡ് അല്ലേ? ആൽഫ അമിനോ ആസിഡ് സ്പെസിഫൈ ചെയ്തെഴുതാം. ആൽഫ അമിനോ ആസിഡ്. വേറെ ആരാ ചോദിച്ചിട്ടുള്ളത്? ന്യൂക്ലിക് ആസിഡ്സിൽ എന്താ? അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ന്യൂക്ലിക് ആസിഡിൽ ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ്. ഈ ലിങ്കേജസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജസ്. അവിടുത്തെ മോണോമെറിക് യൂണിറ്റ്സിന്റെ പേരെന്താ? ന്യൂക്ലിയോടൈഡ്സ്. മോണോമെറിക് യൂണിറ്റ്സിന്റെ പേര്. ഓക്കെ, അപ്പോൾ പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അമൈഡ് ഫോം ചെയ്യുന്നു. COHും NH2 തമ്മിൽ. അതായത് CONH. അതാണ് നമ്മുടെ പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു, സുക്രോസിന്റെ സ്ട്രക്ചറിൽ കണ്ടു. ഓക്കെ, ദെൻ അവരുടെ മോണോമെറിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ദെൻ പ്രോട്ടീൻ, അമിനോ ആസിഡ്, ആൽഫ അമിനോ ആസിഡ്സ് പെപ്റ്റൈഡ് ലിങ്കേജ് വഴി കണക്ട് ചെയ്യുന്നു. ദെൻ ന്യൂക്ലിക് ആസിഡ്സിൽ ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് ആണ്. ന്യൂക്ലിയോടൈഡ്സ് ആണ് അവരുടെ മോണോമെറിക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു. സോ ഇവിടെ പെപ്റ്റൈഡ് യൂണിറ്റ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയേ, അപ്പോൾ നമ്മുടെ ന്യൂക്ലിയോടൈഡ്സ് ആയിട്ടുള്ള DNA ഓർ RNA അവർ നമ്മൾ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിലുള്ള കമ്പണൻസ് എന്ന് പറയുന്നത് ഇത് ഇത്രയാണുള്ളത്. നമ്മുടെ ഇപ്പോൾ ന്യൂക്ലിക് ആസിഡ്സ്. ഓക്കെ, അപ്പം ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കിയാൽ ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ട്. ഫോസ്ഫോറിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ദെൻ നമ്മുടെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ബേസ്. നമ്മുടെ ന്യൂക്ലിയോടൈഡ്സിന്റെ ബേസിക് യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദെൻ ബേസ് ലൈക്ക് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ, ഇതുപോലത്തെ ബേസസ്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. എങ്ങനെയാണ് ഈ ന്യൂക്ലിയോടൈഡിൽ നിന്നും ന്യൂക്ലിയോസൈഡ് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. അപ്പോൾ അറ്റാച്ച്മെന്റ് ഓഫ് എ ബേസ് ടു ഫസ്റ്റ് പൊസിഷൻ ഓഫ് ഷുഗർ. ഇതാണ് നമ്മുടെ ഷുഗർ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനെ നമ്മൾ ഷുഗർ എന്ന് വിളിക്കുന്നു. ദിസ് ഈസ് ഷുഗർ. ഷുഗറിന്റെ ഫസ്റ്റ് പൊസിഷൻ, ഫസ്റ്റ് കാർബണിൽ ആര് അറ്റാച്ച് ചെയ്യുന്നു? ബേസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഷുഗറിന്റെ ഫസ്റ്റ് പൊസിഷനിൽ ബേസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഷുഗർ പ്ലസ് ബേസ്. ഷുഗറിൽ ബേസ് അറ്റാച്ച് ചെയ്യുന്നു എന്നാൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോടൈഡിലേക്ക് എത്തിയിട്ടില്ല, ഷുഗറിൽ എസ് ഉള്ളതുകൊണ്ട് ആ ന്യൂക്ലിയോസൈഡിൽ എസ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. തൽക്കാലം നമുക്ക് അങ്ങനെ ഇപ്പോൾ ഓർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഷുഗർ പ്ലസ് നമ്മുടെ ബേസ്, ഷുഗർ പ്ലസ് ആ ബേസ് എന്താണ്? നമ്മുടെ ഷുഗറിൽ ഇപ്പം റൈബോസ് ആവാം അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ് ആവാം. ആ ഷുഗറിലേക്ക് ഫസ്റ്റ് പൊസിഷനിൽ ബേസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്തെന്ന് വിളിക്കാം? ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഏറ്റവും ബേസ് എന്താണ്? ഷുഗർ പ്ലസ് ബേസ് ആരായി? ന്യൂക്ലിയോസൈഡായി. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയോസൈഡ് എങ്ങനെ ന്യൂക്ലിയോടൈഡ് ആവുമെന്ന് നോക്കാം. വെൻ ന്യൂക്ലിയോസൈഡ് ഈസ് ലിങ്ക്ഡ് ടു ഫോസ്ഫോറിക് ആസിഡ് അറ്റ് ഫിഫ്ത്ത് പൊസിഷൻ ഓഫ് ഷുഗർ മൊയിറ്റി. നമ്മുടെ ഷുഗർ മൊയിറ്റിയുടെ ഫസ്റ്റ് പൊസിഷനിൽ ബേസ് വന്നിട്ടുണ്ട്. ദെൻ അടുത്ത ഫിഫ്ത്ത് പൊസിഷനിൽ ആര് വരുന്നു? ഫോസ്ഫോറിക് ആസിഡ് അറ്റ് ഫിഫ്ത്ത് പൊസിഷനിൽ ഫോസ്ഫോറിക് ആസിഡ്. ഇപ്പോൾ ഷുഗർ പ്ലസ് ബേസ് ന്യൂക്ലിയോസൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫോറിക് ആസിഡ് ഫിഫ്ത്ത് പൊസിഷനിലാണ്. ബേസ് ഫസ്റ്റ് പൊസിഷനിൽ, ഫോസ്ഫോറിക് ആസിഡ് ഫിഫ്ത്ത് പൊസിഷൻ. ഫോസ്ഫോറിക് ആസിഡ് നമുക്ക് എന്ത് കിട്ടുന്നു? ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നു. മനസ്സിലായോ? നമ്മുടെ ഷുഗറിന്റെ ഫസ്റ്റ് പൊസിഷനിൽ ബേസ് അറ്റാച്ച് ചെയ്താൽ അത് ന്യൂക്ലിയോസൈഡിന്റെ ഫിഫ്ത്ത് പൊസിഷനിലേക്ക് ആര് വരുന്നു?
ഫോസ്ഫോറിക് ആസിഡ് എന്ന് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. എന്നാൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നു. ഇനി ഈ ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയോടൈഡ്സ് ആർ joined together by phosphodiester linkages between 5th and 3rd carbon atoms of pentose sugar. Pentose sugarകൾ തേർഡ് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ തേർഡ് പൊസിഷൻ, ഫിഫ്ത്ത് പൊസിഷൻ അങ്ങനെ പരസ്പരം എന്ത് ചെയ്യുന്നു? അവർ കണക്ട് ചെയ്യുന്നു. ഈ റൈബോസ് ഷുഗറുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നു ബൈ ലിങ്കേജിൻ്റെ പേരെന്താ? ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ്. അപ്പോൾ നമ്മുടെ ന്യൂക്ലിക് ആസിഡിൻ്റെ മോണോമറിക് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. എങ്ങനെ ന്യൂക്ലിയോടൈഡ് ഉണ്ടായെന്ന് ഇപ്പോൾ കണ്ടല്ലോ. ആദ്യം നമ്മുടെ ഷുഗർ ഫസ്റ്റ് പൊസിഷനിൽ ബേസ്, ഫിഫ്ത്ത് പൊസിഷനിൽ ബേസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ന്യൂക്ലിയോസൈഡായി, അതിൽ ഫിഫ്ത്ത് പൊസിഷനിൽ ഫോസ്ഫോറിക് ആസിഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ ന്യൂക്ലിയോടൈഡായി. ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് വഴി കണക്ട് ചെയ്യുമ്പോൾ ആരായി? ന്യൂക്ലിക് ആസിഡായിട്ട് മാറി, DNA ഓർ RNA. ഓക്കെ, ഇത്രയേ ഉള്ളൂ. Then identify the peptide bond among the following. താഴെ കൊടുത്തിരിക്കുന്നതിൽ പെപ്റ്റൈഡ് ബോണ്ടിൻ്റെ സ്ട്രക്ചർ ഏതാണ്? പെപ്റ്റൈഡ് ബോണ്ട് അങ്ങ് ആദ്യമേ കാണാൻ പഠിച്ചു വെക്കുക. പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലെ COയും ഒന്നിലെ NHും കൂടെ ആയിരിക്കും അറ്റാച്ച് ചെയ്യുന്നത് അല്ലേ? പെപ്റ്റൈഡ്. This is amide linkage. amide linkage ഉണ്ടോ? ദിസ് ഈസ് പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ ഏതാ? CONH. പ്രോട്ടീൻസ് ആർ ദി പോളിമേഴ്സ് ഓഫ് ആൽഫ അമിനോ ആസിഡ്സ്. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ആൽഫ അമിനോ ആസിഡ്സിൻ്റെ പോളിമേഴ്സ് ആണ്. ദി സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് ഓഫ് പ്രോട്ടീൻസ് ക്യാൻ ബി ഡിസ്കസ്ഡ് അറ്റ് 4 levels, നെയിംലി പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് കോട്ടൺ. നമ്മൾ ഫൈബ്രസ് ആൻഡ് ഗ്ലോബുലർ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി 4 ലെവലിലുള്ള പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ലൈക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടേണറി. നോക്കാം. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദി സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് ഓഫ് ദി പ്രോട്ടീൻ കൺസിഡറിങ് ദി എബോവ് 4 levels. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ സ്ട്രക്ചർ ഇട്ടേ. നിങ്ങൾ ഈ സ്ട്രക്ചർ എക്സാമിന് വരച്ചു വെക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ സ്ട്രക്ചർ നമുക്ക് ആദ്യം ഒരു ഐഡിയ തരാം. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു നൂലെടുക്കുക, ത്രെഡ്, അതിന് കുറച്ച് മുത്തുകൾ ഇങ്ങനെ കൊരുത്തിട്ട് ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അതാണ് പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീഡ്സ്, ഒരു മാലയിൽ കൊരുക്കും പോലെ ഇരിക്കുന്നതാണ് എന്ത്? പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രൈമറി സ്ട്രക്ചറിന് ചുറ്റുകൾ വരും. അതിനെ ഒന്ന് വളച്ചെടുക്കുക, ഒരു സ്റ്റെയർ കേസ് പോലെ, സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് പോലെ, നമ്മുടെ സാരിയുടെ പ്ലീറ്റൊക്കെ പോലെ ഇങ്ങനെ ചുരുട്ടി ഇട്ട് കഴിഞ്ഞാൽ അത് സെക്കൻഡറി ആവും. കുറച്ചും കൂടെ അന്നങ്ങോട്ട് സ്ട്രാൻഡുകൾ അന്നങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വളച്ച് വൃത്തിയേടാക്കി കഴിഞ്ഞാൽ അത് ടെർഷ്യറി ആവും. ഒരിക്കലും അഴിക്കാൻ പറ്റാത്തൊരു കുരുക്ക് പരുവത്തിനാക്കി കഴിഞ്ഞാൽ അത് ക്വാട്ടേണറി ആവും. ഓക്കെ, ഇപ്പോൾ ടീച്ചർ പറഞ്ഞതും കണ്ടതൊക്കെ വെച്ച് നമുക്ക് കാര്യം മനസ്സിലായി. ഇത് നമ്മളെങ്ങനെ എഴുതും അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാനുള്ള പോയിന്റിലേക്ക് പോവാം. 4 levels ക്ലാസിഫിക്കേഷൻ ഫോർ 3 marks. സോ നമ്മൾ അഡീഷണൽ പോയിന്റ് പറയുന്നത് നിങ്ങൾ മാർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യം മാത്രം എഴുതുക. അത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് എല്ലാം പറയുന്നത്. ഓക്കെ, ഓക്കെ. പ്രൈമറി സ്ട്രക്ചർ നമുക്കറിയാം. സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ദാറ്റ് മേക്കപ്പ് എ പോളിപെപ്റ്റൈഡ് ചെയിൻ. ജസ്റ്റ് അമിനോ ആസിഡുകളെ ഒന്നിങ്ങനെ അങ്ങോട്ട് കൊരുത്ത് അമിനോ ആസിഡുകളെ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സ്ട്രക്ചറായിട്ട് മാറി? നമ്മുടെ പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചറായിട്ട് മാറി. ഇറ്റ് ഈസ് ദി ഫൗണ്ടേഷൻ ഫോർ ഹയർ ലെവൽസ് ഓഫ് പ്രോട്ടീൻ. സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടേണറി സ്ട്രക്ചറിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ പ്രൈമറി സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ജസ്റ്റ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ദാറ്റ് മേക്കപ്പ് എ പോളിപെപ്റ്റൈഡ് ചെയിൻ. പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് ഫോം ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ പ്രൈമറി സ്ട്രക്ചർ ആണ് എന്ത്? ബാക്കിയുള്ള ഹയർ ലെവൽസ് ഓഫ് സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടേണറി അതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ പ്രൈമറി സ്ട്രക്ചറാണ്. ദെൻ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി ഷേപ്പ് ഇൻ വിച്ച് എ ലോങ് പോളിപെപ്റ്റൈഡ് ചെയിൻ ക്യാൻ എക്സിസ്റ്റ്. ഒരു ലോങ് പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ത് ചെയ്യാം? ട്വിസ്റ്റ് ചെയ്തൊക്കെ നിൽക്കാം. ദേ ആർ ഫൗണ്ട് ഇൻ 2 different types. ഓക്കെ, നമ്മൾ സെക്കൻഡറിയിൽ നിങ്ങൾ എഴുതേണ്ടത് സെക്കൻഡറി ഫോമിൽ പ്രോട്ടീൻ 2 രീതിയിൽ എക്സിസ്റ്റ് ചെയ്യും. സ്ട്രക്ചർ ഓഫ് ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ. പ്രൈമറി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലോങ് പോളിപെപ്റ്റൈഡ് ചെയിൻ. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഹയർ പ്രോട്ടീൻസ്, ഹയർ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്. ആ 2 പോയിന്റ് പ്രൈമറിയിൽ എഴുതുക. സെക്കൻഡിൽ എഴുതുക ഇറ്റ്സ് എ ലോങ് പോളിപെപ്റ്റൈഡ് ചെയിൻ ക്യാൻ എക്സിസ്റ്റ് ഇൻ 2 forms ലൈക്ക് ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ. 2 പോയിന്റായ ബീറ്റ എന്താണ്? സെക്കൻഡറി സ്ട്രക്ചർ എഴുതാൻ 2 പോയിന്റായി. ലോങ് പോളിപെപ്റ്റൈഡ് ചെയിൻ ക്യാൻ എക്സിസ്റ്റ് ഇൻ ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ.
അതാ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കിയേ, സ്റ്റെയർ കേസ് പോലെ അമൈഡ് ലിങ്കേജ് കണക്ട് ചെയ്തേക്കുന്നതാണ്, ഒരു സ്റ്റെയർ കേസ് പോലെ കണക്ട് ചെയ്തേക്കാണ്. സോ ദിസ് ഈസ് ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ. ഇതാണ് ആൽഫ ഹെലിക്സ് എന്ന് പറയും. നമ്മുടെ സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി കിടക്കുന്നില്ലേ, അപ്പോൾ ലോങ് പോളിപെപ്റ്റൈഡ് ചെയിൻ ഇങ്ങനെ പോളിപെപ്റ്റൈഡ് ചെയിൻ ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി സ്ട്രക്ചർ. അതിപ്പോൾ ആൽഫ ഹെലിക്സ് ആവാം, ബീറ്റ പ്ലീറ്റഡ് ആവാം. ബീറ്റ പ്ലീറ്റഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്റ്റൈഡ് ചെയിൻസ് ആർ സ്ട്രെച്ച്ഡ് ഔട്ട് ടു നിയർലി മാക്സിമം. പെപ്റ്റൈഡ് ചെയിൻ മാക്സിമം തള്ളി പുറത്തോട്ട് നിൽക്കും. നമ്മുടെ പ്ലീറ്റ് ഇല്ലേ, സാരിയുടെയൊക്കെ പ്ലീറ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കത്തില്ലേ, അതേപോലെ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റിൽ ദ സ്ട്രക്ചർ ഓഫ് ഓൾ പെപ്റ്റൈഡ് ചെയിൻസ് ആർ സ്ട്രെച്ച്ഡ് ഔട്ട് ടു എ നിയർലി മാക്സിമം എക്സ്റ്റൻഷൻ and then laid side by side which are held together by intermolecular hydrogen bonding. Third point, നമ്മുടെ എന്താണ്, മാക്സിമം പെപ്റ്റൈഡ് ലിങ്കേജസ് മാക്സിമം എക്സ്റ്റൻഷനിൽ പുറത്തേക്ക് നിൽക്കും. ആൻഡ് ദർ ഈസ് എ ഹൈഡ്രജൻ ബോണ്ടിങ്. അവിടെ എന്തുണ്ട്, പോയിന്റ്സിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക, ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പ്രസൻസ് വരുന്നുണ്ട്. ആൻഡ് ദി സ്ട്രക്ചർ റിസംബിൾസ് ദി പ്ലീറ്റഡ് ഫോൾഡ്സ് ഓഫ് ഡ്രേപ്പറി ആൻഡ് ദെയർഫോർ ഈസ് നോൺ ആസ് ബീറ്റ പ്ലീറ്റഡ്. ഡ്രേപ്പറിയുടെ എന്താണ് പ്ലീറ്റ്സ് പോലെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ എന്ന് അതുകൊണ്ടാണ് ഇവരെ വിളിക്കുന്നത്. അപ്പോൾ സെക്കൻഡറി സ്ട്രക്ചർ മനസ്സിലായല്ലോ. പ്രൈമറിയിൽ 2 പോയിന്റ് എഴുതുക, പോളിപെപ്റ്റൈഡ് ചെയിൻ, ഫൗണ്ടേഷൻ ഓഫ് ഹയർ ലെവൽസ് ഓഫ് പ്രോട്ടീൻ. അടുത്ത എഴുതേണ്ടത് സെക്കൻഡറി ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് പോളിപെപ്റ്റൈഡ് ചെയിൻ ക്യാൻ എക്സിസ്റ്റ് ഇൻ 2 ഫോംസ് ലൈക്ക് ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ. ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറിൽ എങ്ങനെയാണ്, ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറിൽ മാക്സിമം എന്താണ്, നമ്മുടെ പെപ്റ്റൈഡ് ചെയിൻസ് മാക്സിമം എക്സ്റ്റെൻഡിൽ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, സ്ട്രെച്ച് ഔട്ട് ആയിട്ട് നിൽക്കുന്നു, ഒരു ഡ്രേപ്പറി പോലെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്നു. സോ നമുക്ക് അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ എന്നും വിളിക്കാം. ഇനി ടെർഷറി സ്ട്രക്ചർ, ഓവറാൾ 3D ഷേപ്പ്. ഫസ്റ്റ് പോയിന്റ് എഴുതാൻ പറ്റുന്ന ടെർഷറിയിൽ ഓവറാൾ 3D ഷേപ്പ് എന്ന് എഴുതാം. ഒരു സിംഗിൾ പ്രോട്ടീൻ മോളിക്യൂളിന്റെ ഓവറാൾ 3D ഷേപ്പ്, അതൊരു സിംഗിൾ പ്രോട്ടീൻ മോളിക്യൂളിന്റെ ഓവറാൾ 3D ഷേപ്പാണ് ആർക്കുള്ളത്, നമ്മുടെ ടെർഷറി സ്ട്രക്ചറിനുള്ളത്. അത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. ദെൻ ഇറ്റ് ഈസ് ഫോംഡ് ത്രൂ വേരിയസ് ഇൻട്രാക്ഷൻ. ഇവിടെയുള്ള ഇൻട്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അയോണിക് ബോണ്ടിങ് ഇൻട്രാക്ഷൻ വരും, ഹൈഡ്രജൻ ബോണ്ടിങ് വരും, ഡൈപോൾ വരും, അതുപോലെ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് വരും. അപ്പോൾ നമുക്ക് ടെർഷറിയിൽ എഴുതാൻ പറ്റുന്ന അടുത്ത പോയിന്റ് ഏതാ, ആദ്യം എഴുതാൻ പറ്റുന്നത് ഇറ്റ്സ് എ 3D വ്യൂ. നമ്മുടെ ഒരു സിംഗിൾ പ്രോട്ടീൻ മോളിക്യൂളിന്റെ 3D വ്യൂ ആണ് ടെർഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഡൈപോൾ ഇൻട്രാക്ഷൻ, ഹൈഡ്രജൻ ബോണ്ടിങ്, അതുപോലെ വേറെ ഏതാ, അയോണിക് ബോണ്ടിങ് ആൻഡ് ഡൈസൾഫൈഡ് ബ്രിഡ്ജസ്. 4 കാര്യങ്ങളാണ്. ഡൈസൾഫൈഡ് ബ്രിഡ്ജസ്, അയോണിക് ബോണ്ടിങ്, ഡൈപോൾ ഇൻട്രാക്ഷൻസ് ആൻഡ് അയോണിക് ബോണ്ടിങ്. ഈ 4 ബോണ്ടിങ് വഴി ഇവരെന്ത് ചെയ്യുന്നു, പരസ്പരം ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ പ്രോട്ടീൻ മോളിക്യൂളിന്റെ 3 ഡയമെൻഷണൽ വ്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെർഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രോട്ടീൻ്റെ ടെർഷറി സ്ട്രക്ചർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. പ്രോട്ടീൻ്റെ 3 ടെർഷറി സ്ട്രക്ചർ നമുക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ ആണല്ലോ, ടെർഷറി സ്ട്രക്ചർ ഓക്കെ അല്ലേ. ടെർഷറി സ്ട്രക്ചർ 3D വ്യൂ ആണ്. ഇൻട്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് പറയാം. എക്സാമ്പിൾ നോക്കി, മയോഗ്ലോബിൻ ദാറ്റ് ക്യാരീസ് ഓക്സിജൻ മസിൽസ് ഹാസ് ഗ്ലോബുലാർ ടെർഷറി സ്ട്രക്ചർ ദാറ്റ് അലൗസ് ടു എഫക്റ്റീവ്ലി ബൈൻഡ്. നമ്മുടെ മയോഗ്ലോബിന് ഗ്ലോബുലാർ സ്ട്രക്ചറാണ്, ടെർഷറി സ്ട്രക്ചറിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യുന്നു, എഫക്റ്റീവ്ലി ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ഓഫ് പ്രോട്ടീൻ സബ് യൂണിറ്റ്. കുറേ പ്രോട്ടീൻസിൻ്റെ സബ് യൂണിറ്റ്, ഇപ്പോൾ സെക്കൻഡറി പ്രൈമറി ഫോമിലൊക്കെ നിൽക്കുന്ന പ്രോട്ടീൻ്റെ സബ് യൂണിറ്റ്സുകളുടെ അസംബ്ലിയാണ്. ഇറ്റ്സ് എ ലാർജർ കോംപ്ലക്സ്. നോട്ട് ഓൾ പ്രോട്ടീൻസ് ഹാവ്. എല്ലാ പ്രോട്ടീൻസിനും ക്വാട്ടർണറി സ്ട്രക്ചർ ഇല്ല. മിക്ക പ്രോട്ടീൻസും പ്രൈമറി സെക്കൻഡറി ടെർഷറി വന്നവിടെ നിൽക്കും. ബട്ട് ദോസ് ദാറ്റ് ഡു ഓഫൻ ഹാവ് ഗ്രേറ്റർ ഫങ്ഷണാലിറ്റി ദാൻ ഇൻഡിവിജ്വൽ പ്രോട്ടീൻസ്. പക്ഷേ ക്വാട്ടർണറി സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻസ് ബാക്കിയുള്ള പ്രോട്ടീൻസിനേക്കാളും കൂടുതൽ ഫങ്ഷണാലിറ്റി ഉള്ളവരായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹീമോഗ്ലോബിന് 4 ലെവൽസിലും, പ്രൈമറി സെക്കൻഡറി ടെർഷറി ക്വാട്ടർണറി 4 ലെവൽസിലും നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യാൻ പറ്റും, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഹയർ ഫങ്ഷണാലിറ്റി അല്ലേ ഹീമോഗ്ലോബിൻ ചെയ്യുന്നത്. അപ്പോൾ ക്വാട്ടർണറി സ്ട്രക്ചർ കാണിക്കുന്ന പ്രോട്ടീൻസ് എന്താണ്, ഹയർ ഫങ്ഷണാലിറ്റി, ബാക്കിയുള്ളവരെക്കാൾ വെച്ച് നോക്കുമ്പോൾ ഹയർ ഫങ്ഷണാലിറ്റി ഉള്ളവരാണ്. ഓക്കെ, അപ്പോൾ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ഓഫ് എന്താണ്, ബാക്കി മൾട്ടിപ്പിൾ സബ് യൂണിറ്റ്സുകൾ ജോയിൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്വാട്ടർണറി സ്ട്രക്ചർ ആ ഒരു പോയിന്റ് എഴുതുക. എല്ലാ പ്രോട്ടീൻസ് ഈ സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, രണ്ടാമത് അത് എഴുതുക. പിന്നെ എന്താ എഴുതേണ്ടത്, ക്വാട്ടർണറി സ്ട്രക്ചർ കാണിക്കുന്ന പ്രോട്ടീൻസ് ഹയർ ഫങ്ഷണാലിറ്റി ഉള്ളവരാണ്. ഹീമോഗ്ലോബിൻ എക്സാമ്പിളായിട്ട് എഴുതാം. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഈ 4 ലെവൽസ്, പ്രോട്ടീൻ്റെ ഈ 4 ലെവൽസിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
പ്രോട്ടീൻസ് ആർ ഇമ്പോർട്ടൻറ്റ് പോളിമേഴ്സ് ഓഫ് ബയോളജിക്കൽ സിസ്റ്റം. ഇതിൻ്റെ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് എക്സാമ്പിൾ എഴുതുക. നോക്കിയേ, വെൻ പ്രോട്ടീൻ ഈസ് സബ്ജക്റ്റഡ് ടു ഫിസിക്കൽ ചേഞ്ച് ലൈക്ക് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓർ കെമിക്കൽ ചേഞ്ച് ലൈക്ക് ചേഞ്ച് ഇൻ pH ഓർ ഹൈഡ്രജൻ ബോൺഡ്സ് ഡിസ്റ്റർബ്ഡ്. അത് നമ്മുടെ പ്രോട്ടീനിനെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താണ്, pH ഒരു ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ നമ്മൾ അതിന് ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി കൊടുക്കുക, അപ്പോൾ ഒന്നെടുത്ത് ചൂടാക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ബോൺസ് ഒക്കെ ബ്രേക്ക് ചെയ്യും. Globules unfold and helix get uncoiled and protein loses its biological activity. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫിസിക്കൽ ചേഞ്ച് പ്രോട്ടീനിൽ കൊണ്ടുവരുമ്പോൾ, കൊണ്ടുവരുന്ന സമയത്ത് പ്രോട്ടീൻ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ഹെലിക്കൽ സ്ട്രക്ചർ അൺകോയിൽ ആവുക, അതുപോലെ തന്നെ അതിനെന്താ ഗ്ലോബ്യൂൾ ഷേപ്പിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അൺഫോൾഡ് ആവുക, ഗ്ലോബ്യൂലർ ഷേപ്പിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അൺഫോൾഡ് ആവുക, കോയിൽഡ് ഷേപ്പിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അൺകോയിൽഡ് ആവുക. അങ്ങനെ അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി ലൂസ് ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീനേച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ്റെ ഡീനേച്ചുറേഷൻ എന്ന് പറയുന്നത്. സോ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചേഞ്ച് ലൈക്ക് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓർ ചേഞ്ച് ഇൻ കൈൻഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക, അല്ലാന്നുണ്ടെങ്കിൽ pH ചേഞ്ച് വരുത്തുക. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? പ്രോട്ടീൻ്റെ ഷേപ്പിന് മാറ്റം വരുന്നു. ഇപ്പം ഗ്ലോബ്യുലാർ ഷേപ്പ് അല്ലെങ്കിൽ ഹെലിക്കൽ ഷേപ്പിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെലിക്സ് ഒക്കെ അങ്ങോട്ട് നിവർന്ന് വരിക, അപ്പം ഗ്ലോബ്യൂൾസ് ഒക്കെ നിവർന്ന് വരിക. മൊത്തത്തിൽ എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി അങ്ങോട്ട് ലൂസായി പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീനേച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. സെക്കൻഡറി ആൻഡ് ടെർഷറി സ്ട്രക്ചേഴ്സ് ആർ ഡിസ്ട്രോയ്ഡ് ബട്ട് പ്രൈമറി സ്ട്രക്ചർ റിമൈൻസ് ഇൻടാക്ട്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സെക്കൻഡറി സ്ട്രക്ചറിലും ടെർഷറി സ്ട്രക്ചറിലും എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ് ഈ ബയോളജിക്കൽ ആക്ടിവിറ്റി പ്രോസസ്സ് വഴി പോകുന്നത്. പ്രൈമറി സ്ട്രക്ചറിൽ നിൽക്കുന്നവർക്ക് ഇത് അഫക്റ്റ് ചെയ്യില്ല. പ്രൈമറി സ്ട്രക്ചറിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് അഫക്റ്റ് ചെയ്യില്ല. സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷറി സ്ട്രക്ചറിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലാണ് എന്ത് സംഭവിക്കുക? പ്രോട്ടീൻ ഡിനേച്ചുറേഷൻ നടന്ന് ബയോളജിക്കൽ ആക്ടിവിറ്റി ലൂസ് ആവുന്നത്. എങ്ങനെയാണ്? സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷറി ലെവലിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ബയോളജിക്കൽ ആക്ടിവിറ്റി ലൂസ് ആവും. പ്രൈമറി സ്ട്രക്ചറിൽ നിൽക്കുന്നവർക്ക് ബയോളജിക്കൽ ആക്ടിവിറ്റി ലൂസ് ആവുന്നില്ല. സോ കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റ് ഓൺ ബോയിലിംഗ് ഈസ് കോമൺ എക്സാമ്പിൾ ഓഫ് ഡീനേച്ചുറേഷൻ. സോ നമ്മുടെ എഗ് നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഗ് വൈറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം പഴയതുപോലെയാണ് ഇരിക്കുന്നത്, ഒരു തിക്ക് വൈറ്റ് മാസ് ഫോം ചെയ്യും, വിച്ച് ഈസ് കോൾഡ് കൊയാഗുലേഷൻ. അപ്പം ഈ കൊയാഗുലേഷൻ എന്ന് പറയുന്നത് എഗ്ഗിൻ്റെ കൊയാഗുലേഷൻ എന്ന് പറയുന്നത് എന്താ? കൈൻഡ് ഓഫ് പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ ആണ്, ബയോളജിക്കൽ ആക്ടിവിറ്റി ലൂസ് ആവുന്നതാണ്. Then curdling of milk which is caused due to the formation of lactic acid by the bacteria present in milk. നമ്മുടെ മിൽക്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഫോർമേഷൻ വഴി മിൽക്ക് എന്ത് ചെയ്യുന്നു? മിൽക്ക് കേർഡായിട്ട് മാറുന്നു. അതും കൈൻഡ് ഓഫ് പ്രോട്ടീൻ ഡിനാച്ചുറേഷൻ എക്സാമ്പിളാണ്. സോ കൊയാഗുലേഷൻ ഓഫ് എഗും കേർഡ്ലിംഗ് ഓഫ് മിൽക്കും നിങ്ങൾക്ക് ഡിനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എക്സാമ്പിളായിട്ട് എഴുതാൻ പോകുമ്പോൾ 1 മാർക്ക്. ദെൻ ഡിനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എക്സ്റ്റേണൽ എഫക്റ്റ് ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ലൂസ് ആവുന്നു, ബയോളജിക്കൽ ആക്ടിവിറ്റി ലൂസ് ആവുന്നു. പ്രൈമറി ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല, സെക്കൻഡറി ആൻഡ് ടെർഷറി മാത്രമേ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. What are enzymes? Name the disease caused by deficiency of vitamin A. Explain denaturation of protein. Okay, 3 നിന്നുള്ള ചോദ്യമാണ് 1 മാർക്കിനായിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റ് 2024. സോ നമുക്കറിയാം എൻസൈംസ് എന്ന് പറഞ്ഞാൽ ദേ ആർ protein that speed up biochemical reactions in the body. They are also known as biocatalysts. ഒരു മാർക്കിന് അത്ര എഴുതിയാൽ മതി. എൻസൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് എൻസൈംസ് ഉണ്ട്, ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ബയോളജിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസിനൊക്കെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻസൈംസ് ആർ കോൾഡ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. റിയാക്ഷൻ നടന്നിട്ട് ഇപ്പോൾ നോർമലി ഒരു റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവേഷൻ എനർജി ഉണ്ടാവും. എൻസൈം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് റിയാക്ഷൻ നടക്കും. സോ അതാണ് നമ്മൾ എൻസൈംസ് യൂസ് ചെയ്യുന്നത്. ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്നാണ് നമ്മൾ എൻസൈംസിനെ വിളിക്കുന്നത്. റിയാക്ഷൻ്റെ റേറ്റിനെ എൻഹാൻസ് ചെയ്യിക്കുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ ഗ്ലോബുലാർ പ്രോട്ടീൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഓൾമോസ്റ്റ് എല്ലാ എൻസൈംസും ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ എൻസൈംസും എന്താണ്? ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. എൻസൈംസ് ആർ കോംപ്ലക്സ് പ്രോട്ടീൻ മെയ്ഡ് അപ്പ് ഓഫ് തൗസൻഡ്സ് ഓഫ് അമിനോ ആസിഡ്സ്. എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് അമിനോ ആസിഡ്സ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. ഗ്ലോബുലാർ ഷേപ്പിലാണ് കാണുന്നത്. ദേ ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ദേ എൻഹാൻസ് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ. ഓക്കെ, ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ അതെന്ത് ചെയ്യുന്നു? എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നു, റിയാക്ഷൻ ഫാസ്റ്റാക്കി മാറ്റുന്നു. ദെൻ നെയിം ദി ഡിസീസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ. വിറ്റാമിൻസിൻ്റെ പോർഷൻ ടെക്സ്റ്റിൽ ബുക്കിലുണ്ട്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട്
വിറ്റാമിൻസ് പഠിക്കരുതെന്നല്ല, വിറ്റാമിൻസ് ആ ടേബിളുണ്ട്, ഓടിച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ഡെഫിഷ്യൻസി ഡിസീസ്, ഇപ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത് വിറ്റാമിൻ കെ. ഓക്കെ, അതുപോലെ തന്നെ വിറ്റാമിൻസ്, ഫാറ്റ് സോലബിൾ വിറ്റാമിൻസും വാട്ടർ സോലബിൾ വിറ്റാമിൻസും ഉണ്ട്. ADEK ഫാറ്റ് സോലബിൾ, ബാക്കിയുള്ള BC ഒക്കെ വാട്ടർ സോലബിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ബിയും സിയും ഉള്ള കണ്ടൻസ് നമ്മൾ ഡെയിലി അപ്ടേക്ക് ചെയ്തുകൊണ്ടിരിക്കണം, യൂറിനിലൂടെ ലൂസ് ആവും. അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സുകൾ വരുന്നുണ്ട്. ദെൻ ഓരോ വിറ്റാമിൻസിൻ്റെയും ഡെഫിഷ്യൻസിയും കാര്യങ്ങളുണ്ട്. സോ ഇവിടെ വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. എക്സ്പ്ലെയിൻ ഡിനേച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. സോ അത് എഴുതുന്നതിന് 3 മാർക്കാണ്. സോ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഓർത്തിരിക്കുക. നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 മാർക്കൊക്കെ അതിൽ നിന്ന് പോകാൻ പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. സോ വിറ്റാമിൻസ് അതിൻ്റെ ആ ഒരു ബോക്സ് നോക്കുക. അതിൻ്റെ സോഴ്സ് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, സിംറ്റംസ് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പേര്, ആ ഡെഫിഷ്യൻസി ഡിസീസസിൻ്റെ പേരില്ലേ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, then observe the graph given below, identify the graph. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ എൻസൈം ആക്ഷൻ വെച്ചിട്ടുള്ളത്, അതായത് നമ്മുടെ ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റിയുടെ റിയാക്ഷൻ്റെ റേറ്റാണ്. പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് എന്താണ് എൻസൈമിൻ്റെ പ്രസൻസിലും എൻസൈമിൻ്റെ ആബ്സെൻസിലും ഉള്ള റിയാക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. ആക്ടിവേഷൻ വിത്ത് എനർജി വിത്ത് എൻസൈം ആൻഡ് വിത്തൗട്ട് എൻസൈമും ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈമും കാണിച്ചിട്ടുണ്ട്. ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം കണ്ടോ വളരെ ലോ ആണ്, അല്ലാതെ ആക്ടിവേഷൻ എനർജി കൂടുതലാണ്. ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് നോക്കുന്ന സമയത്ത് ഭയങ്കര ഹൈ ആയിട്ടാണ് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം ഇല്ലാതെ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കറിയാം. മെൻഷൻ ദി റോൾ ഓഫ് എൻസൈം ഇൻ ദിസ് പ്രോസസ്. ഐഡൻറ്റിഫൈ ദി ഗ്രാഫ് എന്ന് പറയുമ്പോൾ ദിസ് ഗ്രാഫ് ഷോസ് ദി ആക്ടിവിറ്റി ഓഫ് എൻസൈം ഓൺ ബയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് എഴുതുക. ദെൻ രണ്ടാമത്തെ പോയിന്റിൽ ഇൻ ദി പ്രസൻസ് ഓഫ് എൻസൈംസ് activation energy of reaction decreases. Hence faster reactionന്റെ സ്പീഡ് കൂടും, ആക്ടിവേഷൻ എനർജി കുറയും, എന്താണ് വളരെ പെട്ടെന്നായിട്ട് റിയാക്ഷൻ നടക്കാൻ പോസിബിൾ. അപ്പോൾ ഈ ഗ്രാഫും കുറേ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഫൈബ്രസ് പ്രോട്ടീന് ഗ്ലോബുലർ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ, അപ്പോൾ ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രൈമറി, ക്വാട്ടർണറി, ടെർഷറി സ്ട്രക്ചർ തന്നിട്ട് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 1-2 മാർക്കിനൊക്കെ സൈഡിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻ, നമ്മുടെ സ്വിട്രയോണിൻ്റെത്, അതുപോലെ ഏതാണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡ്, ഏതാണ് ഗ്ലൈസീൻ, സോ അങ്ങനെയുള്ള. പിന്നെ നമ്മൾ നേരത്തെ കൊളാജൻ, ഗ്ലൈക്കോജൻ ഒക്കെ 1 മാർക്കിന് കണ്ടല്ലോ, അതേപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ മറക്കരുത്, ഗ്ലിസറാൾഡിഹൈഡ്, പ്രോട്ടീൻ്റെ ഈ 2 ലെവൽസ് ഓഫ് സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻ, ന്യൂക്ലിക് ആസിഡ്, അതുപോലെ DNA, RNA. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ മിസ്സാക്കരുത്. ഇതിലുള്ള എല്ലാ ഈ ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ബയോമോളിക്യൂൾസ് ഓൾമോസ്റ്റ് ഫുൾ മാർക്സ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇതിലുള്ള കോൺസെപ്റ്റ് എങ്കിലും നോക്കി പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ള ടൈമില്ല, അതെങ്കിലും പഠിക്കാം. ഓക്കെ, എനിവേസ് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, ബൈ.